Good morning. Okay. ഞാൻ ഇത്ര നേരത്തെ ക്ലാസ്സിലേക്ക് കയറിയതാണ് കേട്ടോ. നമുക്കൊരു ക്ലാസ് ഒരു മൺഡേ നമുക്ക് ക്ലാസ് ഞാൻ ലീവ് ആയിരുന്നല്ലോ, ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് നിങ്ങൾക്കറിയാം ഇത്തിരി വലിയ ചാപ്റ്റർ ആണ്. നമുക്ക് ഈ തേർഡ് മൊഡ്യൂളിലെ ഈ ഒരു ചാപ്റ്റർ വലിയതാണ്. അപ്പൊ വേഗം തീർത്താലാണ് നമുക്ക് ഫോർത്ത് മൊഡ്യൂളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരത്തെ കയറിയതാണ് കേട്ടോ. ഓക്കെ, നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ലീസിങ്ങിന്റെ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ലീസിങ് നടത്തുന്നത്, അത്രയും വരെയല്ലേ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? വായിച്ചു നോക്കി. ഓക്കെ, ഒന്ന് ഞാനത് എടുത്തിട്ട് കേട്ടോ. ലീസിങ് ഇവിടെ മതിയല്ലേ? ലീസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് the right to handle an equipment changes but ownership doesn't change. Like നമ്മൾ കൈകാര്യം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു എക്യുപ്മെന്റ് ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു അധികാരം മാറുന്നു, പക്ഷെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല അല്ലെ? നമ്മൾ പാട്ടത്തിന് കൊടുക്കാന്നൊക്കെ പറയും മലയാളത്തിൽ അല്ലെ? പാട്ടത്തിന് കൊടുക്കുക. അപ്പൊ അതിനകത്ത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അവിടെ അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് ലീസിങ്ങിന്റെ അഡ്വാൻറ്റേജ് വരുന്നത്? ഓക്കെ, ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് ലീസിങ് അവിടെ മുതലല്ലേ നമുക്ക് എടുക്കണ്ടേ? കറക്റ്റ് അല്ലേ? ഓക്കെ, സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. അപ്പൊ ലീസിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഔട്ട്ലേ നമുക്ക് മുടക്ക് മുതൽ, ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ മുടക്ക് മുതൽ അല്ലെങ്കിൽ ചെലവ് ഈസ് റിക്വയർഡ്, നമുക്ക് ആവശ്യമാണ് അല്ലെ? ഒരു സാധനം നമ്മൾ എന്തിനും പാട്ടത്തിന് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ആദ്യം അത് നമ്മൾ നിർമ്മിക്കണം അല്ലെ? അത് ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് എന്താ ഒരു ചെറിയൊരു ഔട്ട്ലേ അല്ലെങ്കിൽ ഒരു മുടക്ക് മുതൽ ഇവിടെ ആവശ്യമാണ്. റിസ്ക് ഓഫ് ഒബ്സോളൻസ് ഈസ് ലെസൻഡ്, അതായത് റെഡ്യൂസ്ഡ് എന്നാണ്. ലെസൻസ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ്, ഒബ്സോളൻസ് എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെടുക. അതായത് നമ്മൾ അതിന്റെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ലേ, നശിച്ചു പോകുന്ന ഒരവസ്ഥ, അതാണ് ഒബ്സോളൻസ് എന്ന് പറയുന്നത്. എക്സ്പയറി ഒക്കെ കഴിഞ്ഞ ഒരവസ്ഥ, ആ എക്യുപ്മെന്റ് ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ. അപ്പൊ നമ്മൾ പറയില്ലേ കാലഹരണപ്പെട്ടു അല്ലെ? അതിന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഒന്നാമത്തെ എന്താ അഡ്വാൻറ്റേജ് പറയുന്നത്? റിസ്ക് ഓഫ് ഒബ്സോളൻസ് ഈസ് ലെസൻസ്. ആ കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യത കുറയ്ക്കാൻ പറ്റും അല്ലെ? അതിങ്ങനെ നമ്മൾ പാട്ടത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്കത് പെട്ടെന്ന് നശിച്ചു പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ കാലഹരണപ്പെടാനുള്ള സാധ്യത കുറയ്ക്കാൻ പറ്റുന്നു. പിന്നെ മെയിൻ്റനൻസ് ക്യാൻ ബി ഡൺ ബൈ ബോത്ത് ലെസർ ആൻഡ് ലെസി. മെയിൻ്റനൻസ് ആർക്കൊക്കെ ചെയ്യാം? ഇപ്പൊ ആ എക്യുപ്മെന്റ് എന്റെ കയ്യിലിരിക്കുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഓണർക്കാണെങ്കിലും മെയിൻ്റനൻസ് ചെയ്യാം. രണ്ടുപേർക്കും മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റും. The maintenance can be done by both the lessor and lessee. രണ്ടു പേർക്കും മെയിൻ്റനൻസ് ചെയ്യാം. ഇനി അടുത്ത് നോക്കിയേ, procurement of the equipment lead time is lessened. നോക്കിയേ, procurement എന്ന് പറഞ്ഞാൽ സംഭരണം. എക്യുപ്മെന്റിന്റെ സംഭരണത്തിനായിട്ട് എടുക്കുന്ന ആ ടൈം, ലീഡ് ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു. അതായത് നമുക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? ആ ടൈം അല്ലെ? ടൈം നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റുന്നു. അത് സംഭരിച്ചു വെക്കേണ്ട, നമുക്കത് ആർക്കെങ്കിലും നമ്മളിങ്ങനെ പാട്ടത്തിന് കൊടുക്കുകയാണെങ്കിൽ അത് അവർ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കും അല്ലെ? ഇപ്പൊ എക്യുപ്മെന്റിന്റെ പ്രൊക്യൂർമെന്റിനായിട്ട് എടുക്കുന്ന ടൈം കുറയ്ക്കാൻ പറ്റുന്നു. അപ്പൊ അത് മൂന്നെണ്ണം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അഡ്വാൻറ്റേജില് സ്മോൾ ഇനിഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്, ചെറിയൊരു ഇനിഷ്യൽ ഔട്ട്ലേ ആവശ്യമാണ്. എന്താണ് പറഞ്ഞേക്കുന്നത്? ആ ഉപകരണങ്ങള് കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യത കുറയുന്നു. അഡ്വാൻറ്റേജ് ആണ് ഒന്നാമത്തെ. റിസ്ക് ഓഫ് ഒബ്സോളൻസ് ലെസൻസ്ഡ്. പിന്നെ നമുക്ക് മെയിൻ്റനൻസ് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റും, ലെസോയ്ക്കും ലെസിക്കും ചെയ്യാൻ പറ്റും. പിന്നെ എക്യുപ്മെന്റിന്റെ സംഭരണത്തിനായിട്ട് എടുക്കുന്ന ആ ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും, റെഡ്യൂസ്ഡ്. ഓക്കെ, ഇനി അടുത്തത് ഔട്ട്ലേ ആണ്. ഒന്ന് നോട്ട് ചെയ്തിട്ടോ. ആൻഡ് എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ഓൺ സംതിങ്. നമ്മൾ എന്തിനെങ്കിലും വേണ്ടി ചെലവാക്കുന്ന ആ പൈസയാണ്, അതായത് മുടക്ക് മുതൽ
അല്ലെ? എന്തിനെങ്കിലും വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പൈസയാണ് ഔട്ട്ലേ എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണി അല്ലെ? എന്തിനെങ്കിലും വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ എമൗണ്ട് ഓഫ് മണി, അതാണ് ഔട്ട്ലേ. അണ്ടർലൈൻ ചെയ്തോട്ടോ അത്. അതുപോലെ തന്നെ ഒബ്സോളൻസ്, അതും നോട്ട് ചെയ്തിടുക. എന്താ? ദ പ്രോസസ് ഓഫ് ബിക്കമിങ് ഔട്ട്ഡേറ്റഡ് ഓർ ഓൾഡ് ഫാഷൻ ആൻഡ് നോ ലോങ്ങർ യൂസ്ഡ്. അതൊറ്റ സെന്റൻസ് ആട്ടോ അത്. നോ ലോങ്ങർ യൂസ്ഡ്, അതാ മുകളിലേക്ക് എഴുതി വെച്ചോളാം. താഴെ വന്നേക്കുന്നത് അത് നേരെ തന്നെ എഴുതാട്ടോ. The process of becoming outdated or old-fashioned and no longer used. എന്താ? കാലഹരണപ്പെട്ടു പോയതോ, ഔട്ട്ഡേറ്റഡ് എന്ന് വെച്ചാൽ ഡേറ്റ് കഴിഞ്ഞത് അല്ലെ? അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ഇനി ഉപയോഗിക്കാത്ത പ്രക്രിയ, അതിനെയാണ് ഒബ്സോളൻസ്. മലയാളം എന്താ? കാലഹരണപ്പെടുക. The process of becoming outdated or old-fashioned and no longer used. കാലഹരണപ്പെട്ടതോ അല്ലെങ്കിൽ പഴയതോ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇനി ഉപയോഗിക്കാത്ത ആ പ്രോസസ് ആണ് ഒബ്സോളൻസ്. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ അഡ്വാൻറ്റേജ് ആ 3 പോയിന്റ് നോട്ട് ചെയ്യണം. ഔട്ട്ലേ എന്താണെന്നുള്ളതും ഒബ്സോളൻസ് എന്താണെന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഇമ്പോർട്ടൻറ്റ് സെക്ഷനുകൾ ഇതുപോലെ തന്നെ നോട്ട് ചെയ്ത് പോവുക കേട്ടോ. ഇനി അടുത്തത് അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്. ഇപ്പൊ നമ്മൾ അഡ്വാൻറ്റേജ് പറഞ്ഞത്. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ്. ലീസിംഗിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഓക്കെ, ഹി ഈസ് ദ ലെസർ. അതൊന്ന് OR ആണ് കേട്ടോ. LESSOR, ലെസർ. Who control the equipment. എന്താ? ഈ എക്യുപ്മെന്റ് കൺട്രോൾ ചെയ്യാനുള്ള അധികാരം, നിയന്ത്രിക്കാനുള്ള അധികാരം ആർക്കായിരിക്കും? ലെസോ, അതിന്റെ ഓണർക്കായിരിക്കും അല്ലെ? എക്യുപ്മെന്റിന്റെ ഓണർക്കായിരിക്കും എക്യുപ്മെന്റ് നിയന്ത്രിക്കാനുള്ള ഒരു അധികാരം. ഓക്കെ, കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ലെസോ ആണ്. He is the lessor who controls the equipment. ലെസോ, അവിടെ ലെസോ LESSOR ആണ് കേട്ടോ. Lessor has the access to the equipment inspection. പിന്നെ എന്താ? ആ എക്യുപ്മെന്റ് ഇൻസ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇൻസ്പെക്ഷൻ നടത്താൻ, പരിശോധിക്കുക അല്ലെ? ആ എക്യുപ്മെന്റിന്റെ ആ ഇൻസ്പെക്ഷന്, ആ ഒരു പരിശോധനയിലേക്കുള്ള പ്രവേശനമുണ്ട് എന്ന് വെച്ചാൽ അസസ് ചെയ്യാന്ന് വെച്ചാൽ പ്രവേശിക്കുക എന്നുള്ള മീനിങ്. അപ്പൊ ആർക്ക് ആ ഇൻസ്പെക്ട് ചെയ്യാനുള്ള ആ ഒരു അധികാരമുണ്ട്? ലെസോയ്ക്ക് അല്ലെ? Lessor has the access to the equipment inspection. Equipments പരിശോധിക്കാനുള്ള ഒരു, അതിന് പരിശോധനയിലേക്കുള്ള പ്രവേശനം ലെസോയ്ക്കുണ്ട്. Then lessor has the right to seize the lease period. മൂന്നാമത്തേക്ക് ലെസോയ്ക്ക് ആ സീസ് പീരീഡ്, അതായത് ലീസ് പീരീഡ് നിർത്താനുള്ള അധികാരമുണ്ട്. സീസ് എന്ന് വെച്ചാൽ നിർത്തുക. ഓക്കെ, ടെർമിനേറ്റ്, നിർത്തുക. ലെസോയ്ക്ക് എന്തിനുള്ള അധികാരമുണ്ട്? ഇപ്പൊ ഞാനിപ്പോ ആരാണ്? ആർക്കാണ്? സനിലയ്ക്ക് ഞാനൊരു എക്യുപ്മെന്റ് തന്നു. സനില ഞാൻ തന്നേക്കുന്നത് പാട്ടത്തിന് തന്നതാണ്, ലീസിങ്ങിന് തന്നതാണ്. സനില അത് മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നില്ലെങ്കിൽ ഞാനൊരു ഒരാഴ്ചത്തേക്കായിരുന്നു എക്യുപ്മെന്റ് ഞാൻ തന്നത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒന്ന് വന്ന് എനിക്ക് ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള അധികാരം ഉണ്ടല്ലോ. അത് നമ്മൾ പറഞ്ഞില്ല ഡിസ്അഡ്വാൻറ്റേജില്. അപ്പൊ ഞാനത് പരിശോധിക്കുമ്പോ സനില അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് അവിടെ വെച്ച് നിർത്താം. 2 ദിവസമാണ് സനില അത് ഉപയോഗിച്ചോളൂ. എനിക്കത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ വെച്ച് ലീസ് പീരീഡ് നിർത്താനുള്ള അധികാരവും ഓണർ എന്ന് പറഞ്ഞാലാണ് ലെസോയ്ക്കുണ്ട്. മനസ്സിലായോ? 3 പോയിന്റ്സ് ഡിസ്അഡ്വാൻറ്റേജിൽ വരുന്നത്. ഓക്കെ, എക്യുപ്മെന്റിനെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ എക്യുപ്മെന്റ്സ് ഇൻസ്പെക്ഷൻ, അതിന്റെ പരിശോധനയിലേക്കുള്ള ഒരു അവകാശമുണ്ട്. ആ പരിശോധനയിലേക്ക് പ്രവേശനമുണ്ട്. പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ അത് എക്യുപ്മെന്റ് കൈകാര്യം ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ലീസ് പീരീഡ് നിർത്താനുള്ള അധികാരവും എനിക്കുണ്ട്. ഓക്കെ, അതാണ് ഡിസ്അഡ്വാൻറ്റേജ്. ഇനി അടുത്തത് നോക്കി, അടുത്ത പാരഗ്രാഫാണ് ഷെയർഡ് സർവീസസ് ആർ ഡൺ ഇൻ ദ കേസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് ഓർ ഇൻസിനറേറ്റർ ആൻഡ് ലോണ്ടറി സർവീസസ് വാഷിംഗ് മെഷീൻ.
ഓക്കെ. ഷെയർഡ് സർവീസസ് എന്ന് വെച്ചാൽ എന്താ, ഒരു സപ്പോർട്ട് ഫങ്ഷൻസ് ആണ് കേട്ടോ. പ്രൊക്യൂർമെന്റ്, ഇൻവെന്ററി പോലുള്ള ഒരു സപ്പോർട്ട് ഫങ്ഷൻസ് എന്തിന്റെ കാര്യത്തില്? ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ്, ഇൻസിനറേറ്റർ. ഇൻസിനറേറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? ബേണിംഗ് ഒക്കെ ചെയ്യുന്നത്, എക്യുപ്മെന്റ്സുകളൊക്കെ അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ് ഇത് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. അപ്പാരറ്റസ് ഫോർ ബേണിംഗ് വേസ്റ്റ് മെറ്റീരിയൽ. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ്. 4th മൊഡ്യൂളിൽ അവിടെ ഈ എന്താ പറയാ, ഇങ്ങനെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കത്തി നശിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ഇൻസിനറേറ്റർ ഉപയോഗിക്കണം. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പറയുന്നുണ്ട് അല്ലെ. പിന്നെന്താണ്? an apparatus for burning waste material. അതാണ് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോ ഏതിന്റെ കാര്യത്തില്? ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ്, ലോണ്ടറി സർവീസ്, വാഷിംഗ് മെഷീൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ഇതിന്റെ കാര്യത്തിലൊക്കെ എന്താണ്, ഒരു സപ്പോർട്ടിംഗ് ഫങ്ഷൻസ് ആണ് ലീസിംഗ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്തത് സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്സ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. സെലക്ഷൻ, ഒരു എക്യുപ്മെന്റ്സ് സെലക്ട് ചെയ്യുമ്പോഴോ അതിൽ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ സംഭരണം. സംഭരിക്കുമ്പോഴോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതിന്റെ എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ എന്താ പറയാ സെലക്ട് ചെയ്യുമ്പോൾ, തെരഞ്ഞെടുക്കുമ്പോഴോ അല്ലെങ്കിൽ അത് സൂക്ഷിക്കുമ്പോഴോ സംഭരിക്കുമ്പോഴോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. സെലക്ട് അക്കോർഡിംഗ് ടു നീഡ് ഓർ റെക്കമെൻഡേഷൻ. എങ്ങനെ സെലക്ട് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നേ? എങ്ങനെ സെലക്ട് ചെയ്യണം? നീഡ് അനുസരിച്ച് അല്ലെ, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ അനുസരിച്ച്, ആ എക്യുപ്മെന്റിന്റെ ആവശ്യകത അനുസരിച്ച് അല്ലെ, അല്ലെങ്കിൽ ആവശ്യം അനുസരിച്ച് വേണം സെലക്ട് ചെയ്യാൻ അല്ലെ. ഒരു എക്യുപ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യമില്ലാത്തത് നമ്മൾ സെലക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ സംഭരിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട അല്ലെ. നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് മാത്രം എടുത്താൽ പോരെ, എക്യുപ്മെന്റ്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് സംഭരിച്ചാൽ മതി, സ്റ്റോർ ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റ് കാര്യം എന്താ നമ്മൾ നോക്കേണ്ടത്? നീഡ് അനുസരിച്ച്, ആവശ്യം അനുസരിച്ച് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ അനുസരിച്ച് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അടുത്ത നോക്കി രണ്ടാമത്തെ പോയിന്റ്. Take into account the effect of after sales service and spares availability. അടുത്തത് എന്ത് നമ്മൾ കൺസിഡർ ചെയ്യണം? എന്താ? നമ്മള് സെയിൽസ് സർവീസ്, ആഫ്റ്റർ സെയിൽസ് സർവീസ്, അതായത് സെയിൽ ചെയ്തതിന് ശേഷം നമുക്ക് സർവീസ് നൽകുന്നുണ്ടോ അല്ലെ? ആഫ്റ്റർ സെയിൽസ് സർവീസ്, നമ്മളൊരു സാധനം നമ്മൾ വിറ്റു അല്ലെങ്കിൽ നമ്മൾ അത് വാങ്ങിയതിന് ശേഷം അതിനുശേഷം നമുക്ക് അവിടെ സർവീസ് തരുന്നുണ്ടോ അല്ലെ? ഗ്യാരണ്ടി ഒക്കെ നമ്മൾ പറയില്ലേ, നാളത്തേക്ക് ഗ്യാരണ്ടി ഒക്കെ ഉണ്ടെന്ന് പറയില്ലേ? അതെന്താ? ആഫ്റ്റർ സെയിൽ സർവീസ്. അത് നമ്മൾ മേടിച്ചു കഴിഞ്ഞാലും നമുക്ക് കുറച്ച്, ഇപ്പൊ 5 വർഷത്തേക്കാണ് നമുക്കത് എന്താ എക്യുപ്മെന്റ്, അപ്പൊ അത് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ 2 വർഷത്തേക്ക് അതിന് വാറണ്ടി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഗ്യാരണ്ടി അല്ലെ, ഗ്യാരണ്ടി പറയണ്ടായിരിക്കും. അതെന്താ? ആ സർവീസിന് ശേഷമുള്ള സേവനമാണ് അല്ലെ, ആഫ്റ്റർ സെയിൽ സർവീസ്. പിന്നെ സ്പെയറുകൾ അവൈലബിൾ ആണോ എന്ന് നോക്കണം. നമ്മൾ പ്രത്യേകിച്ച് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ സ്പെയർസ്, ഇപ്പൊ എന്തെങ്കിലും ഒന്ന് കേടായി പോയി, അതിന്റെ സ്പെയറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്ന് നോക്കൂലേ? നമ്മൾ വണ്ടിയൊക്കെ അല്ലെങ്കിൽ എടുക്കുമ്പോൾ നമുക്ക് ചിലതൊക്കെ നമ്മൾ ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് സ്പെയർ ഒക്കെ കിട്ടാത്തത്, നമ്മൾ പഴയ മോഡലുകളൊന്നും നമ്മൾ സെലക്ട് ചെയ്യൂല അല്ലെ. എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ എന്താ, അതിന്റെ സ്പെയറുകൾ, ഇപ്പൊ ഒരു ചെറിയൊരു കാര്യം ചിത്തി ആയാലും നമുക്ക് മാർക്കറ്റിൽ അതിന്റെ സ്പെയറുകൾ ലഭ്യമാണോ എന്നുള്ളതും നമ്മൾ നോക്കും. അതനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഇൻസ്റ്റലേഷൻ, അത് സ്ഥാപിക്കുക. ഓപ്പറേഷൻ ഓർ കാലിബ്രേഷൻ. കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തുനോക്കുക, അതിന്റെ പ്രവർത്തനം, അതിന്റെ സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്നത്, അതിന്റെ ഒത്തുനോക്കല് ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ അടുത്ത ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ്. ട്രെയിനിങ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട് അല്ലെ. ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നത്. പിന്നെ മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി. നിർമ്മാതാവിന്റെ മാനുവൽ അവൈലബിലിറ്റി നോക്കും അല്ലെ. അപ്പൊ അതെന്തെങ്കിലും ചീത്തയായി കഴിഞ്ഞാൽ അത് നന്നാക്കാൻ പറ്റുന്ന ആളുകളുണ്ടോ അല്ലെ. മാനുവൽ എന്ന് പറഞ്ഞാൽ കൈവേല,
അല്ലെങ്കിൽ കരകൗശലം എന്നൊക്കെ പറയൂലേ. അതായത് ആളുകൾ അവിടെ മാൻ പവർ അല്ലെ, ആളുകൾ അവിടെ എന്താ പറയാ അവൈലബിൾ ആണോ എന്നുള്ളതും നോക്കും. ആ നിർമ്മാതാവിന്റെ മാനുവൽ അവൈലബിലിറ്റി നോക്കും. ഇത്രയും കാര്യങ്ങളാണ് ഒരു എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ സംഭരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിലെ 5 പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാലോ. ഓക്കെ അല്ലേ? നീഡ് അനുസരിച്ച് വേണം. പിന്നെ നമ്മൾ അത് സെലക്ട് ചെയ്യുമ്പോൾ സെയിൽസ് സർവീസ്, ആഫ്റ്റർ സെയിൽസ് സർവീസ് അല്ലെങ്കിൽ സ്പെയറുകൾ ലഭ്യമാണോ എന്ന് നോക്കണം. പിന്നെ അതിന്റെ ഇൻസ്റ്റലേഷൻ പ്രവർത്തനങ്ങള്, കാലിബ്രേഷൻ നോക്കണം. പിന്നെ ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ്. പിന്നെ അടുത്ത എന്താ? മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി. ഇനി അടുത്തത് അവിടെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഇതിനകത്ത് നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്യണ്ട. ഈ റെസ്പോൺസിബിലിറ്റി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ അധികം അങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് ഇതിനകത്തുനിന്ന് ചോദിക്കാറ് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട്. എന്തുകൊണ്ടാ? അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇഷ്ടംപോലെ നമ്മള് ഇത് വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള എപ്പോഴും എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ നോട്ട് ചെയ്തിടണമെങ്കിലേ അതൊക്കെ ഒരുപാട് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് ഈ റെസ്പോൺസിബിലിറ്റി 3 നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ വരുന്നുണ്ട്, പർച്ചേസിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്, പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റ് അതിന്റെ റെസ്പോൺസിബിലിറ്റി 3 നമുക്ക് പഠിക്കാനുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ആ പോയിന്റ്സ് കാര്യം എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു സെക്ഷനിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ക്ലിയർ ആവുന്നുണ്ടോ പറയണത്? അതുകൊണ്ട് ഇതൊന്ന് ഒരു പ്രാവശ്യം വായിച്ച് ജസ്റ്റ് ഒന്ന് മീനിങ് പറയുന്നേ ഉള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ അതിനകത്ത് നമ്മൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്യണ്ട. ഈ ഒരു സെക്ഷനിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇതുവരേക്കും അങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടില്ല. ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, അത്രയും മതി. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? കുറെയൊക്കെ നമുക്ക് അറിയാം അല്ലെ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് നോക്കിയേ. ഫസ്റ്റ് നോക്കിയേ, അതോറിറ്റി ടു കമ്മിറ്റ് ദ ഫണ്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. കമ്മിറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഒരു അധികാരമുണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ അധികാരമുണ്ട്. ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഒരു അധികാരമുണ്ട്. എന്താ? ദ ഫണ്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദ പ്രൊക്യൂർമെന്റ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഈ സംവരണത്തിനായിട്ട് ഹോസ്പിറ്റലിന്റെ ഫണ്ട് വിനിയോഗിക്കാനുള്ള അധികാരമുണ്ട്. ക്ലിയർ ആയ ഫസ്റ്റ് പോയിന്റ്? അപ്പൊ അദ്ദേഹത്തിന് ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആട്ടോ പറയുന്നത്. ആ ഡിപ്പാർട്ട്മെന്റിന് ഈ സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ അതിന്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് അതിന്റെ സംഭരണത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ ഫണ്ട് എടുക്കാനുള്ള അധികാരം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് നോക്കി രണ്ടാമത്തെ, റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ the need of the department when justified. Justified എന്ന് പറഞ്ഞാൽ എന്താ? ന്യായമായ അല്ലെ? അതായത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങൾ അതെങ്ങനെയാ? എല്ലാമല്ല, ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അധികാരവും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. Responsibility to fulfill the needs of the department. ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യകത നിറവേറ്റാനുള്ള അധികാരവും ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? പറയണേ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞു പോണേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. മൂന്നാമത്തെ പോയിന്റ് എന്താ? റെസ്പോൺസിബിലിറ്റി ഫോർ ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താ? ഒരു ഡിസ്ക്രിപ്ഷൻ, ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും ഒക്കെ സംബന്ധിച്ചിട്ടുള്ള അതിന്റെ ഡിസ്ക്രിപ്ഷൻ, അതാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ ഉണ്ടാവുമല്ലോ, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുമല്ലോ, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ വർക്കിംഗ് ഇതൊക്കെയല്ലേ
അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, റെസ്പോൺസിബിലിറ്റി ഫോർ ഇവാലുവേഷൻ. ഇവാലുവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ മൂല്യനിർണ്ണയം നടത്തുക. എന്തിനു മൂല്യനിർണ്ണയം നടത്താനുള്ള അധികാരമുണ്ട്? ഗുഡ്സ്, സർവീസസ്, അതിന്റെ ഡീറ്റെയില് അല്ലെ, അതിന്റെ ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ്, ആ ഡിസ്ക്രിപ്ഷൻസിന്റെ ഡീറ്റെയില് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇഫ് ഇൻകംപ്ലീറ്റ് ഓർ ഇൻകറക്റ്റ്, ഇനി നമുക്ക് തരുന്ന ഡിസ്ക്രിപ്ഷൻസ് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ, പൂർണ്ണമല്ല, തെറ്റാണ്, ഇൻകറക്റ്റ് ആണെങ്കിൽ എന്താണ്? അതോറിറ്റി ടു ചലഞ്ച് ദ സ്പെസിഫിക്കേഷൻ, അതിനെ വെല്ലുവിളിക്കാനുള്ള അധികാരവും ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. മനസ്സിലായോ? നമുക്കൊരു സാധനങ്ങള്, ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുമല്ലോ, അതിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനി നമുക്ക് തരുന്ന ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയില് അതിൽ എന്തെങ്കിലും ഇൻകംപ്ലീറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആണെങ്കിലോ അതിനെ വെല്ലുവിളിക്കാനുള്ള അധികാരവും ഉണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ്, റെസ്പോൺസിബിലിറ്റി ടു ഇന്റർവ്യൂ ഓൾ വെൻഡർ റെപ്രസെന്റേറ്റീവ് ആൻഡ് അറേഞ്ച് ഫോർ ബിഡിംഗ്. ബിഡിംഗ് എന്ന് പറഞ്ഞാൽ ലേലം വിളിക്കുക. ബിഡിംഗ് ഓർ നെഗോഷിയേഷൻ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. എല്ലാ വെൻഡർ റെപ്രസെന്റേറ്റീവ്സിനെയും ഇന്റർവ്യൂ ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ ഉത്തരവാദിത്തം ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. റെസ്പോൺസിബിലിറ്റി ടു ഇന്റർവ്യൂ ഓൾ വെൻഡർ റെപ്രസെന്റേറ്റീവ്സ് ആൻഡ് പിന്നെ എന്താ? അറേഞ്ച് ഫോർ ബിഡിംഗ് ഓർ നെഗോഷിയേഷൻ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളോ ഒരു സേവനങ്ങളോ ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്താനും, നെഗോഷിയേഷൻ പറഞ്ഞതല്ലേ നമ്മള്, അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്താനും അല്ലെങ്കിൽ ലേലം വിളിക്കാനും അതിനുള്ള അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വവും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? വായിച്ചാൽ മനസ്സിലാകുന്നില്ലേ? ഓക്കെ ആണ് അല്ലെ? അപ്പൊ വെൻഡർ റെപ്രസെന്റേറ്റീവ്സിനെ, വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാര് അല്ലെ, വെൻഡർ റെപ്രസെന്റേറ്റീവ്സിനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ നമ്മുടെ സാധനങ്ങളോ സേവനങ്ങളോ ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകള് അല്ലെങ്കിൽ ലേലം വിളിക്കാനുള്ള ലേലം ഒക്കെ നടത്താനുള്ള അറേഞ്ച്മെന്റ്, അത് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് നടത്താനും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ ടു ഗെറ്റ് കറക്റ്റ് quantity at the economic price and to supply materials as needed for the various departments. Correct quality ക്വാണ്ടിറ്റിയില് നമ്മൾ സാമ്പത്തിക വില എക്കണോമിക് പ്രൈസില് സാധനങ്ങൾ വാങ്ങാനും പിന്നെ പല ഡിപ്പാർട്ട്മെന്റിലേക്ക് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനുമുള്ള അധികാരവും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട് അല്ലെ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ സാധനങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നത്, ആവശ്യാനുസരണം കൊടുക്കുന്നത് അല്ലെ, സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് ക്വാളിറ്റിയിൽ എക്കണോമിക് പ്രൈസിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങാനും അതുപോലെ പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യാനുസരണം മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനുമുള്ള ഒരു അധികാരവും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. പോയിന്റ്സ് ക്ലിയർ ആയോ? 5 പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ പോയിന്റ്സുകൾ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി പറയണ്ടല്ലോ, അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്ത, എങ്കിലും വായിച്ചാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ. ഈ പർച്ചേസിംഗ് മാനേജറിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാ, റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാ, അല്ലെങ്കിൽ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ അടുത്ത് നോക്കുന്നത്. പർച്ചേസിംഗ് മാനേജർ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തോ, അണ്ടർലൈൻ ചെയ്തോ. ദ പേഴ്സൺ ദാറ്റ് നോർമലി റൺസ് ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് കോൾഡ് ഡാഷ്. അവിടെ ചോദിക്കും, സാധാരണയായിട്ട് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യുന്ന വ്യക്തി അദ്ദേഹം ആരാണ്? പർച്ചേസിംഗ് മാനേജർ. അവിടെ ഒരു നോക്കിയേ, പർച്ചേസിംഗ് മാനേജർ എന്നുള്ളതിന്റെ ഒരു 6 അവിടെ മിസ്സാണ്, ഒന്ന് എഴുതി വെച്ച അവിടെ, പർച്ചേസിംഗ് മാനേജർ. ആ സെന്റൻസ് മാത്രം ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ.
സാധാരണയായി പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിപ്പിക്കുന്ന നടത്തുന്ന വ്യക്തി ആണ് പർച്ചേസിംഗ് മാനേജർ. പർച്ചേസിംഗ് മാനേജർ. ഓക്കെ, പർച്ചേസിംഗ് മാനേജർ. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. The purchasing job description is strategic in nature and usually consists of the following. ഇനി പർച്ചേസിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ, ഒരു പർച്ചേസ് ചെയ്യുക എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞെങ്കിൽ ഒരു സ്ട്രാറ്റജിക് തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. അപ്പൊ അതിനകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് ഒരു പർച്ചേസിംഗ് മാനേജർ ചെയ്യേണ്ട പർച്ചേസ് ചെയ്യുക എന്നുള്ളത്, നമ്മളിപ്പോ വീട്ടിലേക്ക് ഒരു ചെറിയ സാധനം നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് ഇത്രയും ബൾക്കായിട്ട് വളരെ വില കൂടി ഭയങ്കര കോസ്റ്റ്ലി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവില്ലേ അല്ലെ. ഒരു ചെറിയ ഫോൾട്ട് വലിയൊരു നഷ്ടത്തിലേക്ക് വരാൻ അത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. അതെങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രപ്രധാനമായിട്ട് വളരെ പ്ലാൻ ചെയ്തൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് എന്താ പറയാ, അദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കി, ഈസ് എ സ്ട്രാറ്റജിക് നേച്ചർ. പർച്ചേസിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു സ്ട്രാറ്റജിക് നേച്ചർ ആണ്, തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നു. ഓക്കെ, മെയിൻറ്റെയിനിങ് ദ പർച്ചേസിംഗ് പോളിസി ആൻഡ് എൻഷുറിംഗ് ദാറ്റ് ഓൾ പോളിസീസ് സ്റ്റിക്ക് ടു ഇറ്റ്. ഒന്നാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്, പർച്ചേസിംഗ് പോളിസി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ. പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടുള്ള പോളിസി, നയങ്ങള് അല്ലെ, ഇന്ന രീതിയിൽ അങ്ങനെ കുറച്ച് നമ്മള് ഒരു ലീഗൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അവിടെ, അത് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് എൻഷുറിംഗ് ദാറ്റ് ഓൾ പർച്ചേസസ് സ്റ്റിക്ക് ടു ഇറ്റ്. എല്ലാ പർച്ചേസും ആ പർച്ചേസ് പോളിസി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. അല്ലാതെ അവർക്ക് തോന്നിയ രീതിയിലൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണം, പർച്ചേസിംഗ് പോളിസി മെയിൻറ്റെയിൻ ചെയ്യണം. അതെല്ലാ പർച്ചേസിലും എന്ത് ചെയ്യുന്നു, ആ പോളിസി, ആ നയങ്ങള് അവര് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. സ്റ്റിക്ക് ചെയ്യാന്ന് വെച്ചാൽ പാലിക്കുക എന്നുള്ള മീനിങ് കേട്ടോ. സ്റ്റിക്ക് ടു ഇറ്റ്. ഓക്കെ, choosing the suppliers that the company will deal with and keeping the legal interaction with them. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, choosing the supplier that the company will deal അല്ലെ. അതായത് കമ്പനി കൈകാര്യം ചെയ്യുന്ന, പതിവായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഡീലർമാരുണ്ടല്ലോ അല്ലെ, സപ്ലയേഴ്സ്മാരില്ലേ, അവരെ എന്താ ചെയ്യാ, അവരെ തിരഞ്ഞെടുക്കുകയും അവരുമായിട്ട് എന്ത് ചെയ്യണം, ഒരു ലീഗൽ ഇന്ററാക്ഷൻ, ഒരു നിയമപരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് കീപ്പ് ചെയ്യണം. കമ്പനി സാധാരണയായിട്ട് പർച്ചേസിങ്ങിന് കൈകാര്യം ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരം സപ്ലയർമാരുണ്ടല്ലോ അവരെ നമ്മൾ അവരെ തിരഞ്ഞെടുക്കുകയും കമ്പനി ഡീല് ചെയ്യുന്ന, സാധാരണ ഹോസ്പിറ്റലിലേക്ക് പർച്ചേസ് സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ സപ്ലയർമാര്, അവരെ തിരഞ്ഞെടുക്കുകയും അവരുമായിട്ടൊരു ലീഗൽ ഇന്ററാക്ഷൻ നടത്തുകയും വേണം. അടുത്തത് മാനേജിങ് എനി SLAs, സർവീസ് ലെവൽ എഗ്രിമെന്റ്സ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തത്, അത് എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്തോ കേട്ടോ, അണ്ടർലൈൻ ചെയ്തത്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സെക്ഷനിൽ കേട്ടോ. സർവീസ് ലെവൽ എഗ്രിമെന്റ് that may be placed under managing any master agreement between the supplier and the company. നിലവിലുള്ള എന്തെങ്കിലും സർവീസ് ലെവൽ എഗ്രിമെന്റ്സ്, ഒരു ഉടമ്പടിയാണ് കേട്ടോ. സേവന നിലവാര ഉടമ്പടികള് കൈകാര്യം ചെയ്യുകയും അതിന്റെ വിതരണക്കാരും സപ്ലയേഴ്സും തമ്മിലുള്ള എന്തെങ്കിലും മാസ്റ്റർ കരാറുകള്, മാസ്റ്റർ എഗ്രിമെന്റുകള് കൈകാര്യം ചെയ്യുകയും വേണം. SLAs എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. പിന്നെ ആൻഡ് എനി മാസ്റ്റർ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സപ്ലയേഴ്സ് ആൻഡ് ദ കമ്പനി, കമ്പനിയും ആ സപ്ലയർമാരും തമ്മിലുള്ള എഗ്രിമെന്റ് ഒക്കെ നടത്തിയിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. മാസ്റ്റർ എഗ്രിമെന്റില് എന്ത് ചെയ്യുക, മാസ്റ്റർ എഗ്രിമെന്റ് അത് നമ്മൾ അതിന്റെ കൈകാര്യം ചെയ്യുകയും വേണം. ആൻഡ് മാനേജിങ് എനി മാസ്റ്റർ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സപ്ലയർ ആൻഡ് ദ കമ്പനി. അതില് എല്ലാം ചെയ്തോ, എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ആ ഒരു സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ,
ഇനി അടുത്തത് സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്. സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? റിക്രൂട്ട് റിക്രൂട്ട്മെന്റ് തിരഞ്ഞെടുക്കുക, അല്ലെ, നിയമിക്കുക. സ്റ്റാഫിനെ നിയമനോ, ട്രെയിനിങ്, അവർക്ക് വേണ്ട ട്രെയിനിങ്, അവർക്കുടെ മാനേജ്മെന്റ്, ഇതെല്ലാം ആർക്കുടെ ഡ്യൂട്ടിയാണ്? പർച്ചേസിംഗ് മാനേജറിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഇനി അടുത്ത് നോക്കിയേ, കൊളാബറേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്, എസ്പെഷ്യലി ദ അക്കൗണ്ടിങ്, മാനുഫാക്ചറിങ് ആൻഡ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ്. ഉണ്ടോ? ഏതാ? മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സഹകരിക്കുക. Collaboration with the other department, especially the accounting, manufacturing and stock department. Accounting പ്രത്യേകിച്ച് ഏതാ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ റിലേഷൻ ഉള്ളത്, ബന്ധമുള്ളത് ആരൊക്കെ ആയിട്ടാണ്? ഫിനാൻസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? അതുകൊണ്ട് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്, മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ്, ഇവരുമായിട്ട് നല്ലൊരു സഹകരണം വേണം. ആർക്ക്? പർച്ചേസിംഗ് മാനേജറിന്. ഇനി അടുത്ത് നോക്കിയേ, ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് സേവിംഗ് ആഫ്റ്റർ അനലൈസിംഗ് ദ മാനേജ്മെന്റ് ഇൻഫർമേഷൻ അവൈലബിൾ. എന്താ? ലഭ്യമായിട്ടുള്ള മാനേജ്മെന്റ് വിവരങ്ങള് വിശകലനം ചെയ്തുകൊണ്ട് തന്നെ ബഡ്ജറ്റിംഗ് ഹാൻഡിൽ ചെയ്യുക, അതിന് കോസ്റ്റിംഗ്, കോസ്റ്റ് സേവിംഗ്, ചെലവ് നിയന്ത്രണം, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക, എന്നിവയൊക്കെ നടത്തുക. ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് സേവിംഗ് എങ്ങനെയാ? ആഫ്റ്റർ അനലൈസിംഗ് ദ മാനേജ്മെന്റ് ഇൻഫർമേഷൻ അവൈലബിൾ. മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള വിവരങ്ങള് വിശകലനം ചെയ്തുകൊണ്ട് തന്നെ, വിശകലനം ചെയ്തതിന് ശേഷം, ആഫ്റ്റർ അനലൈസിംഗ് എന്നാ പറഞ്ഞേക്കണേ, അനലൈസ് ചെയ്യുന്നതിന് ശേഷം ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ്, കോസ്റ്റ് സേവിംഗ് ഇതെല്ലാം നടത്തുക. അടുത്ത് നോക്കിയേ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ആരോഗ്യം, സുരക്ഷ, അല്ലെ, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സ്, നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾ, ഇതെല്ലാം നടത്തുക. ഹെൽത്ത് നോക്കണ്ടേ? ഹെൽത്ത്, പിന്നെ അവരുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അവരുടെ സുരക്ഷ, ക്വാളിറ്റി, നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം, അവരുടെ ഹോസ്പിറ്റൽ കൊടുക്കുന്ന സർവീസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ക്വാളിറ്റിയും മറ്റുള്ള എന്താണ് നമുക്ക് ലീഗൽ നീഡ്സ്, നിയമപരമായിട്ടുള്ള ആവശ്യങ്ങളും എല്ലാം നടത്തുക. പിന്നെ അടുത്ത് നോക്കിയേ, ഓവർസീയിങ് എനി ലാർജ് പ്രൊക്യൂർമെന്റ് ദാറ്റ് മേ ഹാപ്പൻ, ഏതെങ്കിലും വലിയ സംഭരണത്തിന്റെ മേൽനോട്ടം. ഓവർസീയിങ് ഒരു ചെറുതാണെങ്കിൽ ഇപ്പൊ പ്രശ്നമില്ല, അതിന്റെ താഴെയുള്ളവരൊക്കെ ഹാൻഡിൽ ചെയ്തോളും. ഇനി വലിയൊരു കാര്യമാണെങ്കിൽ, ഇപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ, അല്ലെ, വലിയ സംഭരണത്തിന്റെ കാര്യത്തില് നമ്മൾ എന്ത് ചെയ്യണം? ഈ പർച്ചേസിംഗ് മാനേജറിന്റെ ഒരു മേൽനോട്ടം വേണം. ഓവർസീയിങ് എനി ലാർജ് പ്രൊക്യൂർമെന്റ് ദാറ്റ് മേ ഹാപ്പൻ, എന്തെങ്കിലും വലിയ സംഭരണത്തിന്റെ കാര്യത്തില് സംഭവിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പർച്ചേസിംഗ് മാനേജറിന്റെ ഒരു മേൽനോട്ടം വേണം. പിന്നെ അടുത്ത് ലിയസൺ. ലിയസൺ എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധം, കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഇത് തന്നെയാണ്, ആശയവിനിമയം. ഓർ കോപ്പറേഷൻ, സഹകരണം. Make easy for close working relationship between the people. ആളുകൾ തമ്മിൽ നല്ല ആഴത്തിലുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഈസി ആക്കാനായിട്ട് എന്ത് വേണം? ഇവര് ഈ പർച്ചേസിംഗ് മാനേജറിന് എന്താ? മറ്റുള്ളവരുമായിട്ടൊരു സഹകരണം, കോപ്പറേഷൻ, അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, ലിയസൺ, ഒരു ബന്ധമൊക്കെ നിലനിർത്തണം. ലിയസൺ, കമ്മ്യൂണിക്കേഷൻ ഓർ cooperation which make easy for, എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകൾ തമ്മിലുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് അത് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയോ ഇത്രയും പോയിന്റ്സ്? അതിനകത്ത് നിന്ന് നിങ്ങൾ ആ എക്സ്പാൻഡഡ് ഫോം മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി കേട്ടോ. പിന്നെ ഫസ്റ്റ് സെന്റൻസ് നോക്കുക, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അത് ചോദിച്ചിട്ടുണ്ട്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് സാധാരണയായിട്ട് റൺ ചെയ്യിക്കുന്നത് ആരാണ്? പർച്ചേസിംഗ് മാനേജർ. ആ രണ്ട് കാര്യങ്ങൾ മാത്രം അണ്ടർലൈൻ ചെയ്തിടുക. ബാക്കി പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു വെക്കാം, ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ആ പോയിന്റ്സുകൾ ക്ലിയർ അല്ലേ?
ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, വെരി ഗുഡ്. നമ്മൾ ഒരുപാട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കാത്തതാട്ടോ. എന്നുവെച്ചാൽ 2-3 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല, അതുകൊണ്ടാണ് കേട്ടോ. എങ്കിലും നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലേ? അത് പോയിന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ, മീനിങ് മനസ്സിലാക്കി വെക്കുന്നില്ലേ? ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റ്. പർച്ചേസിംഗ് ക്ലർക്ക് അല്ലെങ്കിൽ അവർക്ക് അസിസ്റ്റന്റ്, ഇവർക്കിടെയൊക്കെ ജോബ് ഡിസ്ക്രിപ്ഷൻ. എന്താണ് പർച്ചേസിംഗ് ക്ലർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അസിസ്റ്റന്റ് എന്താണ് ചെയ്യുന്നത്? The purchasing clerk undertake day-to-day work. അല്ലെ, ദൈനംദിന ജോലി. ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ദൈനംദിനം എല്ലാ ദിവസവും നടക്കുന്ന പതിവായിട്ട് നടക്കുന്ന കാര്യങ്ങളില്ലേ, പതിവായിട്ട് നടക്കുന്ന ജോലികള് ഹാൻഡിൽ ചെയ്യുന്നത് പർച്ചേസിംഗ് ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആയിരിക്കും. ഡേ-ടു-ഡേ വർക്ക് നടത്തുകയാണ് ചെയ്യുന്നത്. പർച്ചേസിംഗ് ക്ലർക്ക് അണ്ടർടേക്ക് ഡേ-ടു-ഡേ വർക്ക്. ഓക്കെ, collect and merge purchase order and purchase requisition so as to order material, goods and supplies. Okay, purchase order, purchase requisition, ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? പർച്ചേസ് ഓർഡർ എന്താണ്, പർച്ചേസ് റിക്വസിഷൻ ആർക്കൊക്കെയാ കൊടുക്കണേ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ പഠിച്ചതാണ്. പർച്ചേസ് ഓർഡർ, പർച്ചേസ് റിക്വസിഷൻ എന്നിവ കളക്ട് ചെയ്യുകയും അത് മെർജ് ചെയ്യുക, അതിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുക. And so as to order materials, goods and supply. അതനുസരിച്ച് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുക, ഗുഡ്സ് സാധനങ്ങള് സപ്ലൈകള് ഇതെല്ലാം ഓർഡർ ചെയ്യുക. ഓക്കെ, പർച്ചേസ് ഓർഡർ, പർച്ചേസ് റിക്വസിഷൻ ഒക്കെ കളക്ട് ചെയ്യുക, മെർജ് ചെയ്യുക, അതിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക, മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുക. മെറ്റീരിയൽസ്, ഗുഡ്സ്, സപ്ലൈസ് ഇതൊക്കെ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഓർഡർ കൊടുക്കുക. അത് ഓർഡറുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പർച്ചേസ് ഓർഡറുകളൊക്കെ കളക്ട് ചെയ്ത് ലയിപ്പിക്കുക, മെർജ് ചെയ്യുക. പിന്നെ അടുത്ത് എന്താ, ഡെലിവർ ദം ടു ദ സപ്ലയേഴ്സ്. സപ്ലയറിന് അത് ഡെലിവർ ചെയ്യുക, ഓർഡർ ഡെലിവർ ചെയ്യുക. ഡെലിവർ ദം ടു ദ സപ്ലയർ, അപ്പൊ സപ്ലയറിന് കൈമാറുക. പിന്നെ അടുത്ത മൂന്നാമത്തെ പോയിന്റ് ഏതാ, റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. റിഫ്രഷ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മള് പുതുക്കുക അല്ലെ. സ്റ്റോക്ക്, ഓർഡർ ഇതൊക്കെ ആവശ്യാനുസരണം പുതുക്കുക. സ്റ്റോക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓഡിറ്റ് ഒക്കെ ചെയ്യൂലേ, അല്ലെ, കണക്കും കാര്യങ്ങളൊക്കെ റെക്കോർഡൊക്കെ നമ്മള് ക്ലിയർ ആക്കൂലേ. അപ്പൊ നമ്മളിങ്ങനെ ഓർഡറുകള് പിന്നെ അതുപോലെ സ്റ്റോക്ക് ഇതെല്ലാം ഇടയ്ക്ക് പുനഃപരിശോധിക്കാതെ പുതുക്കി ഓർഡർ കൊടുക്കുക. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലൈസ് ഓൺ എ ഡെയിലി ബേസിസ്. ദിവസേന സപ്ലയറുമായിട്ട് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതൊക്കെ ആര് ചെയ്യേണ്ട കാര്യമാണ്, പർച്ചേസിംഗ് ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, communicate with the supplies on a daily basis. സപ്ലൈസ്, സപ്ലയർമാര് ഇവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കേട്ടോ. സപ്ലയറിന്ന് ആക്കിക്കോട്ടെ, അത് നിങ്ങളാണ്. സപ്ലൈകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയർ ഓൺ ദ ഡെയിലി ബേസിസ്. ദിവസേന സപ്ലയർമാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. SUPPLIER കേട്ടോ, SUPPLIER. Then scrutinize deliveries against the order. ഇനി ഓർഡറുകൾക്ക് എതിരെയുള്ള ഡെലിവറികൾ പരിശോധിക്കാം. അതായത് ചിലപ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കുന്നതിൽ കൂടാതെ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഓർഡർ അല്ലാത്ത ഡെലിവറി എന്തെങ്കിലും വരുന്നുണ്ടോ, നമ്മൾ ഓർഡർ ചെയ്തതിൽ എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുക, സൂക്ഷ്മമായി പരിശോധിക്കുക. സ്ക്രൂട്ടിനൈസ് ചെയ്യുക എന്ന് വെച്ചാൽ സൂക്ഷ്മമായി പരിശോധിക്കുക എന്നാട്ടോ. സ്ക്രൂട്ടിനൈസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. സ്ക്രൂട്ടിനൈസ് ചെയ്യുക, സൂക്ഷ്മമായി പരിശോധിക്കുക. സ്ക്രൂട്ടിനൈസ് ഡെലിവറീസ് against the order. സ്ക്രൂട്ടിനൈസ് ഡെലിവറീസ് against the order. ഓർഡറുകൾക്ക് എതിരെ വരുന്ന ഡെലിവറികള്, ഇപ്പൊ ഓർഡർ ചെയ്യാത്തതോ അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തതിൽ ചില മാറിപ്പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുക. Trace the status of any order. ഓർഡർ നാട്ടാതെ
ഓർഡർ, ORDER. ഇത് കറക്റ്റ് ചെയ്തോ കേട്ടോ. ഞാൻ ഈ കറക്റ്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾ വെട്ടിയിട്ട് ശരിയാക്കുന്നില്ലേ അത്? ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് ഓർഡർ. ഓർഡറിന്റെ ഇപ്പോഴത്തെ സ്ഥിതി, ആ സ്റ്റാറ്റസ് എന്താണെന്ന് ട്രേസ് ചെയ്യുക, കണ്ടെത്തുക. ഇപ്പൊ നമുക്ക് എത്താറായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓക്കെ ആയോ, അല്ല അങ്ങനെ ആ ഒരു സ്റ്റാറ്റസ് നോക്കുക. ഓർഡറിന്റെ സ്റ്റാറ്റസ് ട്രേസ് ചെയ്യുക, കണ്ടെത്തുക. അടുത്ത നോക്കിയേ, ഹാൻഡിൽ വിത്ത് നോട്ട് സപ്ലൈഡ് ഓർഡേഴ്സ്, അണ്ടർ ഓർഡേഴ്സ്, ഓവർ ഓർഡേഴ്സ് ആൻഡ് ഡാമേജ്ഡ് ഗുഡ്സ്. എന്താണ് നോട്ട് സപ്ലൈഡ് ഓർഡർ? സപ്ലൈ ചെയ്യാത്ത ഓർഡറുകള്, അണ്ടർ ഓർഡറുകൾക്ക് കീഴിൽ വരുന്ന ഓർഡർ, അതായത് എക്സ്ട്രാ ഒക്കെ വരൂലേ, അങ്ങനെയുള്ള ഓർഡർ. ഓവർ ഓർഡർ, അമിതമായിട്ട് വരുന്ന ഓർഡറുകള്, ഇതെല്ലാം, അല്ലെങ്കിൽ ഡാമേജ്ഡ് ഗുഡ്സ്, ഡാമേജ്ഡ് ആയിട്ടുള്ള സാധനങ്ങള്, ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുക, കൈകാര്യം ചെയ്യുക. ഹാൻഡിൽ വിത്ത് നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്, അണ്ടർ ഓർഡേഴ്സ്, ഓവർ ഓർഡേഴ്സ് ആൻഡ് ഡാമേജ്ഡ് ഗുഡ്സ്, ഇതെല്ലാം കൈകാര്യം ചെയ്യുക. അടുത്തത്, മേക്ക് ഷുവർ ദാറ്റ് any invoice are sent to accounts for payment. അടുത്ത നോക്കിയേ, make sure that any invoice, ഇൻവോയ്സ് എന്ന് പറഞ്ഞ എന്താ? ബില്ല്. നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ, ഇൻവോയ്സ് എന്ന് പറഞ്ഞ ബില്ലാണ്. ബില്ല്, പേയ്മെന്റിനായിട്ട് എന്തെങ്കിലും ബില്ല് അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഉണ്ടോ? എന്താ പറയുന്നൊക്കെ, make sure that any bill or invoice are sent to accounts. Okay. Make sure that any invoice are sent to accounts for payments. പേയ്മെന്റിനായിട്ട് എന്തെങ്കിലും ബില്ലുകള് ഈ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. Then generate and maintain all reports. എല്ലാ റിപ്പോർട്ടുകളും ജനറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ സൃഷ്ടിക്കുക. എല്ലാ റിപ്പോർട്ടുകളും തയ്യാറാക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുക, അത് നിലനിർത്തുകയും ചെയ്യുക. ജനറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ റിപ്പോർട്ട്സ്. എല്ലാ റിപ്പോർട്ടുകളും നിർമ്മിക്കുകയും അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. നിർമ്മിക്കാൻ തയ്യാറാക്കുക എന്നുള്ള മീനിങ് ആട്ടോ. ഓക്കെ, അപ്പൊ അത്രയാണ് ഇത് പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ. 3 അടുപ്പിച്ച് വന്നേക്കുന്നത്. ആദ്യം നമ്മൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പറഞ്ഞു, രണ്ടാമത്തെ പർച്ചേസിംഗ് മാനേജറിന്റെ പറഞ്ഞു, മൂന്നാമത്തെ പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു. ഇത് 3 നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെച്ചാൽ മതി. എക്സാമിന് ഈ ഒരു സെക്ഷനിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല. ഇത് ഫുള്ള് ഇരുന്ന് എന്നാ മോളെ അണ്ടർ അതാണോ ചോദിച്ചത്? നോൺ സപ്ലൈ ചെയ്യാത്ത ഓർഡറുകള്, പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ ഓർഡറുകൾക്ക് കീഴിൽ വരുന്ന ഓർഡറുകള്, പിന്നെ അമിതമായിട്ടുള്ള എന്തെങ്കിലും ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിലോ, നമ്മളിപ്പോ സ്റ്റോക്ക് ഒക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഓർഡർ കൊടുത്താൽ മതിയല്ലോ. ഓവർ ഓർഡറുകള് അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള സാധനങ്ങള്, ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുക. അപ്പൊ അവിടുത്തെ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ ആദ്യം തന്നെ, എന്താ ഡേ ടു ഡേ വർക്ക്, അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ദൈനംദിനമായിട്ട് ചെയ്യുന്ന, അതൊക്കെ നമ്മൾ സ്റ്റോക്ക് നോക്കലും റിപ്പോർട്ടുകളുടെ കാര്യവും ഇതൊക്കെ ഡെയിലി നമ്മൾ നോക്കുന്ന കാര്യങ്ങളാണ്. ഓർഡർ എന്താണ്, ഇനി അത് ബാലൻസ് ഉണ്ടോ, ഡാമേജ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ടോ, ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ പർച്ചേസിംഗ് ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റിന്റെ ജോബ് ഡിസ്ക്രിപ്ഷനിലും വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ. സ്റ്റോക്ക് കൺട്രോൾ ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ, നമ്മൾ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക. നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? സ്റ്റോക്ക് ചെയ്യണോ? നിങ്ങൾ ആവശ്യത്തിന് അല്ലെ, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക്, കൂടി ഒന്ന് 1 മാസത്തേക്ക്, അത്രയും സാധനങ്ങളല്ലേ നമ്മൾ സ്റ്റോക്ക് ചെയ്തോ വെക്കേണ്ട ആവശ്യമുള്ളൂ? അത്രയല്ലേ നമ്മൾ വെക്കാറുള്ളൂ അല്ലെ? ഒരു സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറഞ്ഞ എപ്പോഴും ആവശ്യമുള്ള കാര്യം. എന്തിനാ നമ്മൾ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നേ? എന്തിനാ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നേ?
എന്തിനാ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യണേ? നമ്മളിപ്പോ ഹോസ്പിറ്റലില് നമ്മൾ പറഞ്ഞു പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ അവർക്ക് സ്റ്റോക്ക് ആ സ്റ്റോർ റൂം ഉണ്ട് അല്ലെ? ഓവർ സ്റ്റോക്ക് വരാതിരിക്കാം. വെരി ഗുഡ്, അത് ശരിയാണ്. സ്റ്റോക്ക് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് ഓവർ സ്റ്റോക്ക് വരാതിരിക്കാൻ, ഒരുപാട് സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യാതിരിക്കാൻ. പിന്നെ എന്തിനാ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യണേ? ഓവർ സ്റ്റോക്ക് വരാതിരിക്കാൻ. ശരി, പിന്നെ എന്തെങ്കിലും ഉണ്ടോ? കോസ്റ്റ്. വെരി ഗുഡ്, സഫീറയ്ക്ക് അവിടെ ബൾബ് കത്തി. എന്താ കോസ്റ്റ് കുറയ്ക്കാൻ നമ്മൾ കുറെ സാധനം വെറുതെ ഓർഡർ ചെയ്ത് നോക്കിയേ അല്ലേ? കുറെ പൈസ ആവില്ലേ? നമ്മുടെ ആവശ്യത്തിനാണെങ്കിൽ നമുക്ക് അത്രയും കോസ്റ്റ് മതി. നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും കോസ്റ്റ് അല്ലേ ഇവിടെ പോകുന്നുള്ളൂ. ഫിനാൻഷ്യൽ പ്രോബ്ലം ശരിയാണ്. അങ്ങനെ പല ഇതിലും നമ്മൾ സ്റ്റോക്ക് കൺട്രോൾ. അപ്പൊ നിങ്ങൾ അവിടെ ഒന്ന് നോട്ട് ചെയ്യേണ്ടത് സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ. അത് ഏതാണെങ്കിലും ചോദിക്കാം കേട്ടോ. സ്റ്റോക്ക് കൺട്രോൾ ഈസ് ഓൾസോ നോൺ ആസ്, അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ ഈസ് ഓൾസോ നോൺ ആസ്. അപ്പൊ അതിന് മറ്റൊരു പേരും കൂടി ലോസ് ടു ദ ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാതിരിക്കാൻ. ശരി, ഓക്കെ, അതൊക്കെ ശരിയാണ്. നോക്കി ഇവിടെ എന്താ തന്നേക്കുന്നത്? when, how much to order, how much to store to make the purchasing and store expense at minimum is called inventory control. കണ്ടോ? എന്താണ്? when, എപ്പോഴ്, how much to order, എത്രമാത്രം ഓർഡർ ചെയ്യണം, and how much to store, എത്രമാത്രം നമ്മൾ സ്റ്റോർ ചെയ്യണം, to make the purchasing and store expense. കണ്ടോ? പർച്ചേസിങ് സ്റ്റോർ എക്സ്പെൻസ് മിനിമം ആക്കാൻ. എന്തിനാ നമ്മള് അല്ലെ? അപ്പൊ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാം. നമ്മള് എപ്പോ ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ എത്രമാത്രം ഓർഡർ ചെയ്യണം, എത്രമാത്രം സ്റ്റോർ ചെയ്യണം, ഇതിനെയൊക്കെ നമ്മൾ പർച്ചേസിങ് അല്ലെങ്കിൽ സ്റ്റോറിങ് എക്സ്പെൻസ് മിനിമം ആക്കാൻ. അതാണ് അവിടെ നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. പർച്ചേസിംഗ് ആൻഡ് സ്റ്റോർ എക്സ്പെൻസ് അറ്റ് മിനിമം ഈസ് കോൾഡ് ഇൻവെന്ററി കൺട്രോൾ. അതിനെയാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. കാര്യം മനസ്സിലായല്ലോ? എപ്പോഴും എത്ര ഓർഡർ ചെയ്യണം, എത്രത്തോളം സ്റ്റോർ ചെയ്യണം, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പർച്ചേസിങ് അല്ലെങ്കിൽ സ്റ്റോറിങ് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിവൈസ് ഓഫ് മാനേജ്മെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു സസ്റ്റെയിൻ ആൻ എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ മെറ്റീരിയൽ ആൻഡ് പ്രോഡക്റ്റ് for the objectives of obtaining a maximum financial return. ഇതെന്താ? എന്തിനാ ഹോസ്പിറ്റല് ഒക്കെ ഈ ഇൻവെന്ററി കൺട്രോൾ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യണേ? ഇസ് എ ഡിവൈസ് ഓഫ് എ മാനേജ്മെന്റ് അല്ലെ? ഇറ്റ് ഈസ് എ ഡിവൈസ് ഓഫ്, ഒരു ഉപകരണമാണ്, മാനേജ്മെന്റിന്റെ ഒരു ഉപകരണമാണ്. എന്തിനുള്ളതാന്ന് നോക്കിയേ? പരമാവധി സാമ്പത്തിക വരുമാനം നേടുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി. ഒബ്ജക്റ്റീവ്സ് ഓഫ് മെയിൻറ്റെയിനിങ് എ മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺ. കണ്ടോ? പരമാവധി സാമ്പത്തിക വരുമാനം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി മെറ്റീരിയൽസിന്റെയും അതുപോലെ തന്നെ പ്രൊഡക്ട്സ് സാധനങ്ങളുടെയും സാമ്പത്തിക നിക്ഷേപം നിലനിർത്താൻ ഉപയോഗിക്കുന്ന മാനേജ്മെന്റിന്റെ ഒരു പ്രോസസ്സാണ് ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഈസ് യൂസ്ഡ് ടു സസ്റ്റെയിൻ ആൻ എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ്. കണ്ടോ? എന്താ? സാമ്പത്തിക നിക്ഷേപം നിലനിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്തിനാണ്? നമ്മൾ മെറ്റീരിയൽസ് ആൻഡ് പ്രൊഡക്ട്സ്. കണ്ടോ? മെറ്റീരിയൽസിലും പ്രൊഡക്ട്സിലും ഒക്കെ സാമ്പത്തിക നിക്ഷേപം നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്താണ്? മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനേജ്മെന്റിന്റെ ഉപകരണമാണ് സ്റ്റോക്ക് കൺട്രോൾ. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് നോട്ട് ചെയ്തിട്ടാ മതി കേട്ടോ. സ്റ്റോറേജ് എക്സ്പെൻസ്, പർച്ചേസിംഗ് ആൻഡ് സ്റ്റോറേജ് എക്സ്പെൻസ് അറ്റ് മിനിമം ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. നമ്മൾ എത്രത്തോളം പർച്ചേസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് ഇൻവെന്ററി കൺട്രോൾ. ഇനി ഗോൾസ്. എന്തൊക്കെയാണ് ഇൻവെന്ററി കൺട്രോളിന്റെ ലക്ഷ്യങ്ങള്? ഗോൾസ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. Goals of inventory control. Provide supplies available when needed to maintain constant operation. എന്താണ് പറഞ്ഞേക്കുന്നത്?
provide supplies available when needed to maintain constant operation. നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങള് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ആവശ്യമുള്ളപ്പോൾ നമ്മള് സാധനങ്ങൾ നൽകുക. അത് സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോളിലുള്ളല്ലേ. നമ്മൾ എപ്പോഴും ഒരു മിനിമം സ്റ്റോക്ക് അവിടെ കീപ്പ് ചെയ്യണം അല്ലെ. എപ്പോഴും എമർജൻസി ആയിട്ടോ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ആണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെറ്റീരിയൽസ് കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പോൾ നമുക്ക് എന്താ ഒരു നിരന്തരമായിട്ടുള്ള പ്രവർത്തനം നിലനിർത്താൻ അല്ലെങ്കിൽ നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ള പ്രവർത്തനം നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ആവശ്യത്തിനുള്ള സപ്ലൈ ലഭ്യമായിട്ടുള്ള സപ്ലൈ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ എടുക്കുന്ന 4 അതിപ്പോ ഇത് ഒന്ന് പറഞ്ഞു പോണേ ഉള്ളൂ. അടുത്ത പേജിലുള്ളത് എല്ലാവരും എക്സാമ്പിൾ മിക്കവാറും ചോദിക്കാറുള്ള ഇത്രയും കൂടി നമുക്കൊന്ന് തീർത്താം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് സെക്ഷനുകളെ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ബാക്കിയൊക്കെ ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ. വലിയൊരു ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും നമ്മൾ വാരി വരച്ച് പഠിച്ചു വെക്കണ്ട. നിങ്ങൾക്ക് ഒരുപാട് അല്ലെങ്കിൽ ബേർഡനാവും. ഇത് വരുമ്പോ മൊത്തം എല്ലാ ടീച്ചേഴ്സിന്റെ കൂടി വരുമ്പോഴത്തേക്കും നല്ലൊരു ബൾക്കായിട്ട് തന്നെ പഠിക്കാണ്ടല്ലേ. 3rd 4th മൊഡ്യൂള് നോക്കിയോ നിങ്ങള്? ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കിയില്ലേ? ഇത് വലിയ ചാപ്റ്റർ അല്ലേ. മറ്റൊന്നൊക്കെ 1, 2 പേജ് 3 പേജ് കൊണ്ടൊക്കെ മാക്സിമം തീരുന്നതാ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തു തരുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്ത് തന്നില്ലേ? ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്ത് തന്നില്ലേ? യെസ്. ഇനി നോക്കി അപ്പൊ ഗോൾസ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ എന്താ, നമുക്ക് ഹോസ്പിറ്റലിലെ സ്മൂത്ത് ആയിട്ടുള്ള പ്രവർത്തനം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങള് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള സപ്ലൈകള് ആവശ്യമായിട്ടുള്ള സപ്ലൈ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ ഇപ്പൊ നമുക്ക് എന്താ ഒരു കൺട്രോൾ ചെയ്ത് നിർത്തും. മിനിമം സ്റ്റോക്ക് അവിടെ കീപ്പ് ചെയ്യാം. അപ്പൊ ആവശ്യത്തിന് എന്ത് കൊടുക്കാം, നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത നോക്കിയേ, to have a stock of goods when required through reduction or purchase. നമുക്ക് എന്ത് നിർത്താം, to have a stock of goods when required. കണ്ടോ, ആവശ്യത്തിനുള്ള സ്റ്റോക്ക്, സാധനങ്ങളുടെ സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാം, നിലനിർത്താം. എങ്ങനെ? through reduction of purchase. നമ്മൾ ഈ പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസിങ്ങിലൂടെയും അല്ലെങ്കിൽ അതിന്റെ റിഡക്ഷൻ, സ്റ്റോക്ക് കൺട്രോൾ ആണല്ലോ. ഒരുപാട് ഓവർ പർച്ചേസ് ചെയ്യാതെയൊക്കെ നമ്മൾ അത് കുറയ്ക്കുന്നതിലൂടെയൊക്കെ നമുക്ക് എന്താണ്, ടു ഹാവ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ഒരു സാധനങ്ങളുടെ സ്റ്റോക്ക് ആവശ്യമായിട്ടുള്ള റിക്വേർഡ് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ സ്റ്റോക്ക് നമുക്ക് നിർത്താൻ പറ്റും. സ്റ്റോക്ക് എപ്പോഴും നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. Retain capital investment at the minimum level as possible. Capital investment അല്ലെ, റീറ്റെയിൻ സാധ്യമായ ഏറ്റവും കുറഞ്ഞ ലെവലില് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നിലനിർത്തുക അല്ലെ. ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്, അപ്പൊ അതിനുവേണ്ടി ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാവുമല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നത് മൂലം സ്റ്റോക്ക് കൺട്രോളിലൂടെ നമുക്ക് ഈ എപ്പോഴും വാങ്ങണ്ടല്ലോ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമുക്ക് എപ്പോഴും വാങ്ങണ്ട. അപ്പൊ അതിന്റെ ഒരു സ്റ്റോക്ക് നമ്മൾ എപ്പോഴും മിനിമം സ്റ്റോക്ക് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്താ പറയാ, അത് ഈ ഒരു ഇൻവെന്ററി കൺട്രോളിലൂടെ ഈ നമുക്ക് സാധ്യമായ ഏറ്റവും കുറഞ്ഞ ലെവലിൽ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നിലനിർത്താൻ പറ്റും. റീറ്റെയിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ അടുത്ത് നോക്കിയേ, എസ്റ്റാബ്ലിഷ് കൺട്രോൾ ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻവെന്ററി. എസ്റ്റാബ്ലിഷ് കൺട്രോൾ ഫോർ ദ പ്രൊഡക്ഷൻ, ഉൽപാദനത്തിലും ഡിസ്ട്രിബ്യൂഷനിലും, ഇൻവെന്ററിയുടെ പ്രൊഡക്ഷനിലും ഡിസ്ട്രിബ്യൂഷനിലും എന്താണ് കൺട്രോള് അല്ലെ, നിയന്ത്രണം സ്ഥാപിക്കാൻ പറ്റും. എസ്റ്റാബ്ലിഷ് കൺട്രോൾ ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻവെന്ററി. ഇൻവെന്ററിയുടെ വിതരണത്തിലും പ്രൊഡക്ഷനിലും ഒക്കെ നമുക്ക് കൺട്രോള് ചെയ്യാൻ പറ്റും, സ്ഥാപിക്കാൻ പറ്റും. അത്രയാണ് ഗോൾസ്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോണേ ഉള്ളൂ കേട്ടോ അത്. ഇനി നോക്കിയേ, ഇഫ് ദർ ഈസ് നോ ഇൻവെന്ററി കൺട്രോൾ. ഇനി ഇൻവെന്ററി കൺട്രോൾ നമുക്ക് ഇല്ലെങ്കിലോ, ദർ വിൽ ബി നോ ലിയബിലിറ്റി. ലിയബിലിറ്റി എന്ന് വെച്ചാൽ ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു കടബാധ്യതയും ഉണ്ടാകുന്നില്ല.
There is no need പഠിച്ചു ഒരു ബാധ്യതയുമില്ല. If there is no inventory control അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ there will be no liquidity. ഒരു ബാധ്യതയുമില്ല. Overstocking or understocking of material, loss of material, etc. and it releases a lot of working capital. എന്തൊക്കെയാ? Overstocking നമുക്ക് കൺട്രോൾ ചെയ്യാലോ, അല്ലെങ്കിൽ understocking of material, loss of materialsന്റെ നഷ്ടം. ആൻഡ് അത് കൂടാതെ നമുക്ക് ധാരാളം പ്രവർത്തന മൂലധനങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നു. ആൻഡ് റിലീസ് എ ലോട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ധാരാളം പ്രവർത്തന മൂലധനം ഉണ്ടാക്കാൻ പറ്റുന്നു. റിവേഴ്സ് സ്റ്റോക്ക് ഇതൊന്ന് നോക്കി വെച്ച്. റിസർവ് സ്റ്റോക്ക് ഇമ്പോർട്ടന്റ് ആട്ടോ, അണ്ടർലൈൻ ചെയ്തോത്. റിസർവ് സ്റ്റോക്ക് ഓർ ബഫർ സ്റ്റോക്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബഫർ സ്റ്റോക്ക്. എന്താ? If the stock kept to provide uncertainties in consuming rate or lead time of the material. എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു മെറ്റീരിയലിന്റെ കൺസ്യൂമിങ് എന്താ, ഉപഭോഗ നിരക്കിലോ അല്ലെങ്കിൽ ലീഡ് സമയത്തിനോ ഒരു അൺസർട്ടനിറ്റീസ് അനിശ്ചിതത്വം നൽകാനുള്ള ഒരു സ്റ്റോക്കാണ് റിസർവ് സ്റ്റോക്ക്. റിസർവ് ചെയ്യാന്ന് കേട്ടിട്ടില്ലേ? എന്താ? നമ്മൾ മുൻകൂട്ടി നമ്മൾ ചെയ്യുന്നതല്ലേ റിസർവ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് സേവ് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. സേവ് ചെയ്യുക, നമ്മൾ സേവ് ചെയ്യാണ്. മുൻകൂട്ടി നമ്മൾ സ്റ്റോക്ക് വെക്കുക. അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് is the stock kept to provide uncertainty in consuming rate or lead time of the material. മെറ്റീരിയൽസിന്റെ സാധനങ്ങളുടെ കൺസ്യൂമിംഗ് റേറ്റ്, ഉപഭോഗ നിരക്കിലോ അല്ലെങ്കിൽ നമ്മൾ അത് എപ്പോഴും പർച്ചേസ് ചെയ്യാൻ എടുക്കുന്ന ലീഡ് ടൈം അല്ലെ, നമ്മൾ ഓർഡർ കൊടുത്ത് അത് നമുക്ക് എത്തുന്നത് വരെ എടുക്കുന്ന ടൈമാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. മെറ്റീരിയലിന്റെ ലീഡ് ടൈമിലോ ഉള്ള അനിശ്ചിതത്വം അല്ലെ, ടു പ്രൊവൈഡ് അൺസർട്ടനിറ്റീസ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ മാറ്റി നമുക്ക് എന്താ പറയാ, ഒരു നല്ലൊരു ഇത് സ്റ്റോക്ക് കീപ്പ് ചെയ്യാണ് അല്ലെ. Is the stock kept to provide uncertainties in consuming rate or leading time of the material. അല്ലെ, നമുക്ക് അല്ലെങ്കിൽ കൺസ്യൂമിംഗ് റേറ്റ് വ്യത്യാസം വരാം, അല്ലെങ്കിൽ ലീഡ് ടൈം അല്ലെ, അത് നമുക്ക് എപ്പോഴും നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ എടുക്കുന്ന ലീഡ് ടൈം വരാം. അപ്പൊ ഇതെല്ലാം നമുക്ക് മാറ്റാനൊക്കെ ആയിട്ട് നമ്മൾ ഇത് മുൻകൂട്ടി നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനാണ് ആ ഷോർട്ടേജ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി സ്റ്റോർ ചെയ്യുന്നതിനെയാണ് റിസർവ് സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആ സെന്റൻസ് മാത്രം അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഇനി അടുത്ത റീഓർഡർ ലെവൽ ഓർ റീഓർഡർ പോയിന്റ് is the stock level of any item in economic order quantity terms that they can dispose of so that the order can arrive in time to keep away from the stock counter. എന്താ പറഞ്ഞേക്കുന്നത്? റീഓർഡർ പോയിന്റ് എന്ന് പറയുന്നത് റീഓർഡർ ലെവല് അല്ലെങ്കിൽ റീഓർഡർ പോയിന്റ് എന്ന് പറയുന്നത് സാമ്പത്തിക അളവിലുള്ള ഏതെങ്കിലും ഒരു ഇനത്തിന്റെ സ്റ്റോക്കാണ്. അത് സ്റ്റോക്ക് എന്താവാതിരിക്കാനാണ്? so that the order can arrive in time to keep away from the stock out. അതുവഴി സ്റ്റോക്ക് ഔട്ടിൽ നിന്ന് നമുക്ക് അത് കൃത്യസമയത്ത് നമുക്ക് ഓർഡർ കണ്ടെത്താൻ പറ്റും, ഈ ഓർഡറിൽ എത്തിച്ചേരാനാകും. അപ്പൊ അതിന് നിങ്ങൾ ആ റിസർവ് സ്റ്റോക്ക് എന്താണെന്ന് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്റെ അതർ നെയിമും കൂടി നോക്കി വെക്കാം. അത്രയും മാത്രം ആ പാരഗ്രാഫിൽ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മള് കൈൻഡ്സ് ഓഫ് ഓർഡർ. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ, അത് ചോദിക്കും ചിലപ്പോ, നമുക്ക് ചോദിക്കാറുണ്ട്, പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. 3 തരത്തിലുള്ള ഓർഡർ സിസ്റ്റം ആണ് നമ്മൾ പറയുന്നത്. പലതരത്തിലുള്ള ഓർഡർ. സൈക്ലിക്കൽ ഓർഡർ, ദെൻ ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം, ടൂവിംഗ് സിസ്റ്റം. നമ്മൾ ഇത് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് 3 ടൈപ്പിലാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഇത് ബ്രേക്ക് വേണോ? 2-3 മിനിറ്റ് ബ്രേക്ക് എടുത്താലോ? എന്നിട്ട് നോക്കിയാലോ? ഇത് ഇനിയിപ്പോ 2 സെക്ഷൻ കൂടി ഇന്ന് നമ്മൾ നോക്കുന്നുള്ളൂ. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആട്ടോ. ഓക്കെ, ഒരു 2 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുത്തു. അതിൽ കണ്ടിന്യൂസ് ഇപ്പിട്ട് ഒരു അരമണിക്കൂറിൽ കൂടുതലായില്ലേ നിങ്ങൾ ഇരിക്കാൻ, 3 മണിക്കൂറോളം ഇരിക്കാൻ വേണ്ടി. ഇനിയുള്ളതെല്ലാം നോട്ട് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. കൈൻഡ്സ് ഓഫ് ഓർഡർ. 2 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഇത്തിരി വെള്ളം കുടിക്കണമെങ്കിൽ ഇത്തിരി വെള്ളം ഒക്കെ കുടിച്ചോ കേട്ടോ. കുറച്ചൊരു പേജ് കൂടി നോക്കിയാൽ മതി.
എന്നിട്ട് ഞാനത് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ആ നോട്ട് ചെയ്ത് വെച്ചേക്കണത് എനിക്ക് പഠിക്കാനുള്ളത് ഒന്നുകൂടി നമുക്കൊന്ന് ഒന്ന് പറയാം ഇന്ന് എടുത്തത് കേട്ടോ. ഓക്കെ. ഓക്കെ, എത്തിയോ എല്ലാവരും? ഓക്കെ, സ്മിതി എത്തിയോ? ഇവരൊക്കെ എത്തിയോ? 50 പേരെ ഉള്ളല്ലോ, 3 പേരും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ആണ് ഇത്. നമ്മൾ നോക്കാം നമുക്ക് കൈൻഡ്സ് ഓഫ് ഓർഡർ ദാറ്റ് ഈസ് പ്ലേസ്ഡ്. അപ്പൊ നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ നമുക്ക് 3 ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റത്തെയാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, ആന്റി സിസ്റ്റം. ഓർഡർ ആക്കിക്കോട്ടോ, അത് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം അങ്ങനെ മതി. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എങ്ങനെയാണ്? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, സിസ്റ്റം ഈസ് ദ ഫിക്സ്ഡ് ഇന്റർവെൽ ഓർഡർ. ഒരു ഫിക്സ്ഡ് ഇന്റർവെല്ലിൽ ഓർഡർ കൊടുക്കുന്നത്. സാധനങ്ങൾക്ക് ഓർഡർ ഇപ്പൊ ഓരോ മാസത്തിലും ആകാം, അല്ലെ ഓരോ ആഴ്ചയിലും, അങ്ങനെ ഒരു പ്രത്യേക ഇന്റർവെല്ലില് ഇടവേളക്രമം അനുസരിച്ച് ഓഫ് ദ പീരിയോഡിക് റിവ്യൂ ഓഫ് ദ സിസ്റ്റം, ഓഫ് ദ പീരിയോഡിക് സിസ്റ്റം. ആ ഒരു പീരിയോഡിക് റിവ്യൂ എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ആനുകാലിക അവലോകന സംവിധാനം, അതായത് നമ്മൾ എന്താ പറയാ, ഒരു ഫിക്സ്ഡ് ഇന്റർവെല്ലിലാണ് ഓർഡർ ചെയ്യുന്നത്. മന്ത്ലി ആവാം, വീക്ക്ലി ആവാം, അങ്ങനെ നമുക്കത് ഫിക്സ്ഡ് ഇന്റർവെല്ലിലാണ്. അതിനെയാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്. ആ സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം ഈസ് എ ഫിക്സ്ഡ് ഇന്റർവെൽ ഓർഡർ ഓഫ് എ പീരിയോഡിക് റിവ്യൂ ഓഫ് ദ സിസ്റ്റം. കിട്ടിയില്ലേ? ഫിക്സ്ഡ് ഇന്റർവെൽ ഓർഡർ ആണ്. അത്രയും മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ദി സിസ്റ്റം ഈസ് എ ഫിക്സ്ഡ് ഇന്റർവെൽ ഓർഡർ. കിട്ടി. രണ്ടാമത്തെ ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം ആണ്. അപ്പൊ അവിടെ എന്തായിരിക്കും ഫിക്സ് ആയിട്ടിരിക്കുന്നത്? ക്വാണ്ടിറ്റിയില. എല്ലാ പ്രാവശ്യവും നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ കറക്റ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും. ക്വാണ്ടിറ്റി അവിടെ നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു 100 കിലോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ക്വാണ്ടിറ്റി മെറ്റീരിയൽസിന്റെ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ, എണ്ണം ആണ് അവിടെ കൊടുക്കുന്നത്. അതാ നോക്കി എങ്ങനെയാണ്? ദി സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ഓർഡറിങ് ഫിക്സ്ഡ് ക്വാണ്ടിറ്റി അറ്റ് ഡിഫറെന്റ് ഇന്റർവെൽ. കണ്ടോ, ഇന്റർവെല് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഒരു പ്രാവശ്യം ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കും ചെയ്തത്, പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ ഓർഡർ കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു മാസത്തിലായിരിക്കും, അടുത്ത മാസമൊക്കെ ആയിരിക്കും. അങ്ങനെ എന്താ പറയാ, അവിടെ ഇന്റർവെല് ഡിഫറെന്റ് ആണ്, പക്ഷേ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, ക്വാണ്ടിറ്റി ഫിക്സ്ഡ് ആണ്. അപ്പൊ ഏരിയ തന്നെ അറിയാലോ, മാറിപ്പോവില്ലോ. ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എങ്ങനെയാ? ദി സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ഓർഡറിങ് ഫിക്സ്ഡ് ക്വാണ്ടിറ്റീസ് അറ്റ് ഡിഫറെന്റ് ലെവൽ. രണ്ടും ക്ലിയർ ആയോ? ഇത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. നമുക്ക് സൈക്ലിക്കൽ എന്തായിരുന്നു? ഫിക്സ്ഡ് ഇന്റർവെൽ ആണ്. അത്ര പഠിച്ചാൽ മതി. ഫിക്സ്ഡ് ഇന്റർവെൽ ആണ് സൈക്ലിക്കൽ. നമ്മൾ ഓർഡർ കൊടുക്കുന്നത് കൃത്യമായ ഇടവേള ക്രമത്തിലാണ്, ഫിക്സ്ഡ് ഇന്റർവെല്ലാണ്. രണ്ടാമത്തെ ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ആണെങ്കിൽ എങ്ങനെയാ? നമ്മൾ അതിന്റെ ഇന്റർവെല് പലതായിരിക്കാം, പല ടൈമും കാര്യങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷേ നമ്മൾ ഓർഡർ, ദി സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ഓർഡറിങ് ഫിക്സ്ഡ് ക്വാണ്ടിറ്റി. ആ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി, ഓർഡർ കൊടുക്കുന്ന ആ ക്വാണ്ടിറ്റി അത് ഫിക്സ്ഡ് ആയിരിക്കും, മാറ്റമില്ല. എല്ലാ പ്രാവശ്യവും ഒരേ ക്വാണ്ടിറ്റിയിലായിരിക്കും ഓർഡർ കൊടുക്കുന്നത്. രണ്ട് ക്ലിയർ ആയില്ലേ? മൂന്നാമത്തെ നോക്കിയേ, ട്യൂബിംഗ് സിസ്റ്റം ആണ്. ട്യൂബിംഗ് സിസ്റ്റം, ട്യൂബിംഗ് സിസ്റ്റം. ട്യൂബിംഗ് സിസ്റ്റത്തിൽ നോക്കിയേ, when the item
cannot be measured on the basis of any pre-agreed value or terms. The order will be placed on the basis of logical reasoning after enquiring the volume contained in the containing boxes. ഇവിടെ ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിൽ എങ്ങനെയാന്ന് നോക്കിയേ, നമ്മള് when the item to identical bits. Okay, നോക്കി ഇവിടെ പറഞ്ഞേക്കുന്നത് എങ്ങനെയാ, when the items cannot be measured on the basis of any pre-agreed value. മുൻകൂട്ടി നമ്മൾ എഗ്രി ചെയ്ത ഏതെങ്കിലും മൂല്യത്തിന്റെയോ അല്ലെങ്കിൽ നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ഇനങ്ങള് നമ്മൾ ഓർഡർ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഇനങ്ങൾ നമുക്ക് അളക്കാൻ പറ്റാത്തപ്പോൾ നമ്മൾ എങ്ങനെയാ അത് മെഷർ ചെയ്യുന്നേ? On this placed on the basis of logical reasoning. കണ്ടോ എങ്ങനെയാണ് നമ്മുടെ ബോക്സില് അടങ്ങിയിട്ടുള്ള വോളിയം അനുസരിച്ച്, കണ്ടോ ആ ബോക്സുകളിൽ അടങ്ങിയിട്ടുള്ള വോളിയം പരിശോധിച്ചതിന് ശേഷം എങ്ങനെ നമ്മൾ നോക്കും? ലോജിക് ബേസിസ് ഓൺ ദ ലോജിക്കൽ റീസണിങ്, യുക്തിപരമായ ന്യായവാദത്തിന്റെ അടിസ്ഥാനത്തിന് ഓർഡർ കൊടുക്കും. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ബോക്സ്. ബോക്സ് എന്ന് പറഞ്ഞാൽ നെയ്ത സാധനങ്ങള് അല്ലെ, അതൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് ഓർഡർ കൊടുക്കുന്നത്? എങ്ങനെയാ? നമ്മളത് 2-bit സിസ്റ്റത്തിലാണ്. നമുക്കത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് മെഷർ ചെയ്യാൻ, അതിന്റെ മൂല്യം അല്ലെങ്കിൽ നമുക്കത് എന്താ പറയാ മെഷർ ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ ആ ബോക്സിലുള്ള വോളിയം നോക്കിയിട്ട് അതിനനുസരിച്ച് യുക്തിപരമായ ലോജിക്കൽ റീസണിങ് ഉണ്ടോ, അത് ആ ബോക്സിലുള്ള വോളിയം നോക്കിയിട്ട് അതിനനുസരിച്ച് യുക്തിപരമായ ന്യായവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ചെയ്യുന്നു. അതാണ് ഏത് 2-bit സിസ്റ്റം. ക്ലിയർ ആയോ? 3 ഓർഡർ സിസ്റ്റം ഏതൊക്കെയാണെന്നുള്ളത് പേരിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ സെന്റൻസ് അവിടെ തരും. അണ്ട് അത് ഏത് ഓർഡറിൽ വന്നതാണ്? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം ആണോ, ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം ആണോ, അല്ലെങ്കിൽ 2-bit സിസ്റ്റം ആണോ എന്ന് ചോദിക്കും. അപ്പൊ സൈക്ലിക്കൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഫിക്സ്ഡ് ഇന്റർവെൽ ആണ്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ആകുമ്പോൾ ക്വാണ്ടിറ്റി ഫിക്സ് ആണ്. ഇവിടെ മൂന്നാമത്തെ നമ്മൾ എങ്ങനെയാ, എന്തിന്റെ ബേസിലാണ്? നമ്മളെ ബോക്സിൽ അടങ്ങിയിട്ടുള്ള വോളിയം, എത്രത്തോളം വോളിയം ഉണ്ട് അതിനെ നോക്കിയിട്ട് ഒരു ലോജിക്കൽ റീസണിങ് ഉണ്ടോ, യുക്തിപരമായ ന്യായവാദത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓർഡർ ചെയ്യും എന്നുള്ളത്. ഇനി അടുത്തത് വന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ് ആണ്. ഇത് മാറിപ്പോയത് കേട്ടോ, താഴെ അവിടെ സ്റ്റോർസ് എന്ന് വരാം. മിക്ക കുട്ടികൾ തെറ്റിക്കുന്നത് ആൻസർ അറിയില്ലാഞ്ഞിട്ടുള്ള സ്റ്റോറേജ് ആണോ സ്റ്റോർ ആണോ എന്ന് സംശയം വരും. അത് ശ്രദ്ധിച്ചു നോക്കാം. പലതരത്തിലുള്ള സ്റ്റോറേജുകൾ ഏതൊക്കെയാണ്? പലതരത്തിലുള്ള സ്റ്റോറേജുകൾ പേര് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഏതൊക്കെയാണ് പേരുകൾ തരും അതിനകത്ത്, ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ബൾക്ക് സ്റ്റോറേജ്. ബൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയാ സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാ? ബൾക്കായിട്ടാണോ? വലിയൊരു കൂട്ടായിട്ട് അല്ലെ, ഒരു ബൾക്ക് ലാർജ് എമൗണ്ട് ആണ് ബൾക്ക് സ്റ്റോറേജ്. എക്സാമ്പിൾ അവിടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഐറ്റംസ് ഒക്കെ എങ്ങനെയാണ്? ബൾക്ക് സ്റ്റോറേജ് ആണ്. നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ബൾക്കായിട്ടാണ്. പിന്നെ അടുത്ത ഷെൽഫ് സ്റ്റോറേജ്, ഷെൽഫുകളിൽ സ്റ്റോർ ചെയ്യുന്നത് ഷെൽഫ് സ്റ്റോറേജ്. പിന്നെ ബിൻ സ്റ്റോറേജ്, ഓപ്പൺ സ്മോൾ ബിന്നുകളില്ലേ അതിലൊക്കെ നമ്മളെ സ്ക്രൂസോ നട്ട്സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ ബിന്നിലിട്ട് വെക്കും അല്ലെ, നമ്മളെ ഡെപ്പയിലിട്ട് വെക്കും അല്ലെ. ബിന്ന്, സ്മോൾ ഓപ്പൺ ബിന്ന്, ചെറിയ ബിന്നുകളിൽ ഇട്ട് വെക്കും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ. അതെങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്? നട്ട്, സ്ക്രൂ, എക്സാമ്പിൾ ഒക്കെ പറയാം അതിനകത്ത്. സ്ക്രൂ, നട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, എക്യുപ്മെന്റ്സിന്റെ എന്തെങ്കിലും നട്ടൊക്കെ ഇല്ലേ മുറുക്കാനൊക്കെ ഉള്ളത്, അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ബിൻ സ്റ്റോറേജിലാണ് വെക്കുന്നത്. പിന്നെ ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ്, അതായത് ചില കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യേണ്ടത്, അതായത് കോൾഡ് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ്, സാങ്കേതിക പരിസ്ഥിതി സംരക്ഷണം, അതായത് സംഭരണം, സ്റ്റോറേജ്, ഫ്രിഡ്ജ്, അതുപോലെയുള്ള ഒരു പ്രത്യേക മെഡിസിൻസ് ഒക്കെ പ്രത്യേക ടെമ്പറേച്ചർ അല്ലെ, ടെമ്പറേച്ചർ കീപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. നമ്മൾ പഠിച്ചില്ലേ മെറ്റീരിയൽസിന് എക്സാമ്പിൾ മെഡിസിൻസ് ഒക്കെ വന്നില്ലേ അവിടെ, അതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. ചില മരുന്നുകൾ ഫ്രിഡ്ജിലൊക്കെ തന്നെ സൂക്ഷിക്കേണ്ടത് ഉണ്ടാവുമല്ലോ, ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കേണ്ട മരുന്നുകളൊക്കെ ഉണ്ടാവും അതൊക്കെ.
പിന്നെ അടുത്തത് ഇവാപറേറ്റ് ലിക്വിഡ് സ്റ്റോറേജ്. പിന്നെ ഇവാപറേറ്റ് ചെയ്തു പോകുന്ന ലിക്വിഡുകൾ, സ്പിരിറ്റ് ഒക്കെ നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഇവാപറേറ്റ് ചെയ്തു പോകും അല്ലെ. മരുന്ന് ഏതാണ് നമ്മൾ ബ്രീത്തിങ്ങിനൊക്കെ കഴിക്കുന്ന മരുന്നാണ് അല്ലെ, നമ്മൾ ശ്വാസമുട്ടിനൊക്കെ കഴിക്കുന്നത് അല്ലെ. അതൊക്കെ നമ്മൾ എന്താ പറയാ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാല് നമ്മള് അത് എന്താ പറയാ തുറന്നു പോകും, ഈ പേപ്പറായി പോകും. അങ്ങനെയുള്ളത് ഇവാപറേറ്റ് ലിക്വിഡ് സ്റ്റോറേജ്. ഓക്കെ, വെരി ഗുഡ്. സ്പിരിറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പിന്നെ അടുത്ത ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ്, എക്സാമ്പിൾ മെർക്കുറി, സിഡക്സ്. ഇതൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള, അപ്പൊ അത് നമ്മൾ എന്താ പറയാ അത് പ്രത്യേകം സ്റ്റോർ ചെയ്യണം. സിഡക്സ് എന്ന് പറഞ്ഞാൽ ഡിസിൻഫെക്റ്റന്റിന്റെ ഒരു ബ്രാഞ്ച് നെയിം ആട്ടോ. ഹൈ ലെവൽ ഓഫ് ഡിസിൻഫെക്റ്റന്റ് ബ്രാഞ്ച് നെയിം ആണ് സിഡക്സ് എന്ന് പറയുന്നത്. ബ്രാൻഡ് നെയിം ഫോർ ദ ഹൈ ലെവൽ ഡിസിൻഫെക്റ്റന്റ്. കെമിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ സിഡക്സ് അവയുടെ. അപ്പൊ അങ്ങനെയുള്ളതെന്ന് പറയാൻ എന്താ, നമ്മൾ പുറമേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം സ്റ്റോറേജ് ചെയ്യണം. പിന്നെ വോളറ്റൈൽ ആയിട്ടുള്ളത്, സ്ഥിരമായ, അതായത് ഈസി ഇവാപറേറ്റ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. സാധാരണ ടെമ്പറേച്ചറിൽ പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്യുന്ന, അതായത് സ്റ്റേബിൾ അല്ല അല്ലെ, അസ്ഥിരമായ അങ്ങനെയുള്ളതും നമ്മള് എന്താ പറയാ അങ്ങനെയുള്ള മെറ്റീരിയൽസ് വേറെ സ്റ്റോറേജ് ചെയ്യണം. അപ്പൊ നമ്മൾ പഠിച്ച മെറ്റീരിയൽസ് പല രീതിയിലാണ്, എല്ലാ മെറ്റീരിയൽസുകളും ഒരുപോലെ അല്ല സ്റ്റോർ ചെയ്യുന്നത്. ഏതൊക്കെ വരാം സ്റ്റോറേജിന്റെ പേരുകൾ മാത്രം ഒന്ന് ഓടിച്ചു നോക്കിയേ. ബൾക്കായിട്ട് സ്റ്റോറേജ് ചെയ്യാം, ഷെൽഫ് സ്റ്റോറേജ്, ബിൻ സ്റ്റോറേജ്, ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ്, ഇവാപറേറ്റ് ലിക്വിഡ് സ്റ്റോറേജ്, ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ്. എക്സാമ്പിൾ മെർക്കുറി, സിഡക്സ്, ഇതൊക്കെ ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ്. പിന്നെ വോളറ്റൈൽ ആയിട്ട് അത് കിട്ടിയില്ലേ സ്റ്റോറേജുകള്. പിന്നെ അടുത്തതാണ് ടൈപ്പ് ഓഫ് സ്റ്റോർസ്. പേര് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. പലതരത്തിലുള്ള സ്റ്റോറുകൾ ഏതൊക്കെയാണ്, മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്ന എല്ലാ മെറ്റീരിയലും ഒരു സ്റ്റോർ റൂമിൽ വെക്കാൻ പറ്റുമോ? ഒരു സ്റ്റോർ റൂമിൽ വെക്കാൻ പറ്റും നമുക്ക്, അത് സെപ്പറേറ്റ് ചെയ്ത് തന്നെ വെക്കണം അല്ലെ. അപ്പൊ അതിനകത്ത് പലതരത്തിലുള്ള സ്റ്റോറുകളാണ് കേട്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടൈപ്പ് ഓഫ് സ്റ്റോർസ് ഇൻ എ ഹോസ്പിറ്റലിലെ പല തരത്തിലുള്ള സ്റ്റോറുകൾ ഏതൊക്കെയാ? ഡ്രഗ് സ്റ്റോർസ്, മരുന്നുകൾ വെക്കാനായിട്ട് ഒരു സ്റ്റോർ ഉണ്ട്. സർജിക്കൽ സ്റ്റോർസ്, സർജിക്കൽ ഐറ്റംസ് വെക്കാനുണ്ട്. അനസ്തെറ്റിക് സ്റ്റോർ, അനസ്തേഷ്യ സാധനങ്ങളൊക്കെ വെക്കുന്ന സ്റ്റോറുകൾ. കിച്ചൺ സ്റ്റോർ നമ്മള് ഡയറ്ററിയിലൊക്കെ പഠിച്ചില്ലേ, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ. പിന്നെ ലിനൻ സ്റ്റോർ, ലോട്ടറി ആൻഡ് ലിനൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. അലക്കല് കഴുകല് നമ്മള് എല്ലാരും നീറ്റ് ആക്കണമല്ലോ. ബെഡ്ഷീറ്റുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ, അതിന്റെ പ്രൊസീജിയർ ഒക്കെയാണ് എളുപ്പമുള്ള ഒരു ചാപ്റ്റർ. 4th മൊഡ്യൂളിൽ വന്നതാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത് പഠിക്കാനുള്ളതാണ് കേട്ടോ. ലിനൻ സ്റ്റോറുകൾ, അങ്ങനെയുള്ള തുണി ഐറ്റംസ്, ലിനൻ എന്ന് പറഞ്ഞ തുണി, അങ്ങനെയുള്ള തുണി സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ജനറൽ ആയിട്ടുള്ളത് സ്റ്റേഷനറി എല്ലാം വെക്കുന്ന ജനറൽ ആയിട്ടുള്ള സ്റ്റോറുകളും ഉണ്ട്. ഏതൊക്കെയാണ് പേര് മാത്രം ഒന്ന് നോക്കിയേ. ഡ്രഗ് സ്റ്റോറുകളുണ്ട്, സർജിക്കൽ സ്റ്റോറുകളുണ്ട്, അനസ്തെറ്റിക് സ്റ്റോറുകളുണ്ട്, കിച്ചൺ സ്റ്റോറുകളുണ്ട്, ലിനൻ സ്റ്റോർസ് ഉണ്ട്, ജനറൽ സ്റ്റോർസ് ഉണ്ട്. ക്ലിയർ ആയോ? ഇങ്ങനെ എടുക്കുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? എളുപ്പമല്ലേ? വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇത്തിരി കൂടുതൽ ഇന്ന് എടുത്തു, ക്ലാസ് നമ്മൾ കൂടുതൽ എടുത്തല്ലോ, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ ഈ ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആണ്. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു പേജ് വെച്ചിട്ട് ഇപ്പൊ എന്തായാലും നമുക്ക് നോക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ. ഒരു പേജ് വെച്ച് അല്ലെങ്കിൽ 2 പേജ് വെച്ച് ഒരു ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ തീരില്ല. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ അതിനുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ട് ഇമ്പോർട്ടന്റ് സെക്ഷനുകൾ ഇതുപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്തിടുക, ഇമ്പോർട്ടന്റ് ആണെന്ന് എഴുതി വെക്കുക അവിടെ. അപ്പൊ അതിന് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചാൽ മതി. അങ്ങനെ വരുമ്പോ ഇപ്പൊ 2-3 പേജ് ആണെങ്കിലും നമ്മൾ അതിൽ പഠിക്കാൻ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. പ്രശ്നമുണ്ടോ ആർക്കെങ്കിലും? ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? സമയം എടുത്തുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ. ഓക്കെ, കുഴപ്പമില്ല അല്ലെ. അപ്പൊ ഇതിനകത്തുനിന്ന് വേറെ ഡീറ്റെയിൽ ഒന്നും വേണ്ട, ജസ്റ്റ് ഏതൊക്കെയാണ് സ്റ്റോറേജുകളെന്നും സ്റ്റോറുകളെന്നും നോക്കി വെക്കണം. പിന്നെ അടുത്തത് എന്താണ്? അടുത്തത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം നമുക്ക്. സിറ്റുവേഷൻ ഓഫ് ദ സ്റ്റോർസ്, അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് ഫാക്ടർ ഡിറ്റർമിൻ the location of the stores are.
ലൊക്കേഷൻ എന്നാണ് കേട്ടോ അത്. ലൊക്കേഷൻ. ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ദ ലൊക്കേഷൻ ഓഫ് സ്റ്റോർസ്. സ്റ്റോറുകളുടെ സ്ഥാനം, സിറ്റുവേഷൻ ഓഫ് ദ സ്റ്റോർസ് എന്ന് വെച്ചാൽ സ്റ്റോറുകളുടെ സാഹചര്യം, സ്ഥാനം. സ്റ്റോറുകളുടെ ആ സ്ഥാനം നിർണയിക്കുന്ന ഘടകങ്ങൾ. സ്റ്റോറുകളുടെ സാഹചര്യം അടിസ്ഥാനം. എവിടെ വേണം ഒരു സ്റ്റോർ? ഇപ്പൊ നമ്മള് എന്താ പറയാ, നമുക്ക് സ്റ്റോർ ഇങ്ങനെ മെറ്റീരിയൽസ് നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമുക്ക് വണ്ടി അവിടെ വരാൻ പറ്റുന്നതാണോ, അല്ലേ? റീച്ചബിൾ ആണോ, പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നതാണോ, നമ്മൾ സേഫ്റ്റി ആയിട്ട് വെക്കാൻ പറ്റുന്ന സ്ഥലമാണോ, പിന്നെ നമുക്ക് വണ്ടി വന്ന് അവിടെ പർച്ചേസ് ഇപ്പോഴും എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ ചെയ്യാനുള്ളതല്ലേ, അല്ലേ? നമുക്ക് ഇങ്ങോട്ടേക്ക് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാനുള്ള, അപ്പൊ നമുക്ക് അവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ വേണം. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് ഈ സ്റ്റോർ റൂമുകൾ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ സ്റ്റോർ വെക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്റ്റോറുകളുടെ സ്ഥാനം, ലൊക്കേഷൻ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ദ ലൊക്കേഷൻ ഓഫ് ദ സ്റ്റോർസ് ആർ. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? ക്ലോസർനെസ് ടു ദ യൂസർ. ക്ലോസർനെസ് ടു ദ യൂസർ, അല്ലെ? അത് ഉപയോഗിക്കുന്ന ആളുകൾ, അവർക്ക് എളുപ്പം വേണം, അല്ലെ? ഉപഭോക്താവുമായിട്ടുള്ള എളുപ്പം. അപ്പൊ ഏത് സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിക്കേണ്ടത്, അല്ലെ? ആ ഒരു സെക്ഷനുമായിട്ട് നമുക്ക് എന്താ പറയാ, കുറച്ചുകൂടി അടുത്തായിരിക്കണം. എന്തിനാ? ആ സാധനങ്ങൾ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? യൂസർ അടുത്തായിരിക്കണം. ഓക്കെ, വെരി ഗുഡ്. അതാണ് ഒന്നാമത്തെ എന്താ പറഞ്ഞ, അടുത്തായിരിക്കണം. യൂസറിന്റെ അടുത്തായിരിക്കണം. അത് ഉപയോഗിക്കുന്ന ആള്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഏത് സെക്ഷൻ ആയിക്കോട്ടെ, അവരോട് കുറച്ച് അടുത്തായിരിക്കണം. ഫ്യൂച്ചർ ഗ്രോത്ത് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയർ. നമുക്കിനി അടുത്തത് ഫ്യൂച്ചർ ഗ്രോത്ത്. ഭാവിയില് നമുക്കത് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് എന്താ പറയാ, അതിനകത്ത് ഒരു വൈവിധ്യവൽക്കരണം, അതായത് എന്താ പറയാ, ഫ്യൂച്ചറിൽ അത് കുറച്ചും കൂടി നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതും കൂടി നോക്കണം നമ്മൾ. ഒരു ചെറുതായിട്ട് വെച്ചിട്ട് നമുക്ക് പിന്നെ അത് പൊളിച്ചു പണിയോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ എന്താ പറയാ, അവിടെ എക്സ്പാൻഷൻ ചെയ്യാനുള്ള ഒരു സ്ഥലവും കൂടി വേണം. അതായത് തെങ്ങിയ ഞെരുങ്ങിയ ഇടുങ്ങിയ സ്ഥലങ്ങളിലൊന്നും ആവരുതെന്ന്. മനസ്സിലായോ? ഭാവി വളർച്ച, അതായത് നമുക്ക് പിന്നീട് ഒരു എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഇതും കൂടി വേണം. പിന്നെ അടുത്ത അവൈലബിലിറ്റി ഓഫ് വെഹിക്കിളിന്റെ അവൈലബിലിറ്റി നോക്കണം. വാഹനങ്ങളുടെ ലഭ്യത നോക്കണം. അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾസ്, അവിടെ നിന്ന് നമുക്ക് വെഹിക്കിള് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണോ? പിന്നെ പാർക്കിംഗ് ആൻഡ് അൺലോഡിങ്. വാഹനങ്ങൾ വന്ന് പാർക്ക് ചെയ്യാനും അൺലോഡ് ചെയ്യാനുമുള്ള, അല്ലെ, സാധനങ്ങളൊക്കെ ഇടണ്ടേ, സ്റ്റോറിലേക്ക് വെക്കണ്ടേ. അപ്പൊ അങ്ങനെ അൺലോഡ് ചെയ്യാനുള്ള, പാർക്കിങ്ങിനുള്ള ആ സ്ഥലം വേണം. ആഡിക്വേറ്റ് ടേണിംഗ് സ്പേസസ്. മതിയായി തിരിയാനുള്ള സ്ഥലം എന്ന് വെച്ചാൽ എന്താ? ആഡിക്വേറ്റ് ടേണിംഗ് സ്പേസസ്. നമുക്ക് അത് മാക്സിമം ആവറേജ് സ്പേസ് വേണത്. ഓരോ സാധനങ്ങളും നമ്മൾ അടക്കി വെക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ആ സ്പേഷ്യസ് ആയിരിക്കണം. വെരി ഗുഡ്. അതിന്റെ ഉള്ളിൽ ആവശ്യത്തിന് സ്ഥലം ഉണ്ടായിരിക്കണം. പിന്നെ ഡേഞ്ചറസ് മെറ്റീരിയൽ. കണ്ടോ, ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനായിട്ട് അതിൻ്റെതായ കറക്റ്റ് ആയിട്ടുള്ള എന്ത് വേണം? കറക്റ്റ് ആയിട്ടുള്ള ഇതൊക്കെ വേണം. നമ്മൾ അത്രയും ശ്രദ്ധിച്ചു വേണം സ്റ്റോർ ചെയ്യാൻ. അപ്പൊ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനായിട്ട് ഉള്ള ആ ഒരു ഇത് വേണം. പിന്നെ നമുക്ക് എന്താ പറയാ, നമുക്ക് ചില മെറ്റീരിയൽസ് ഒക്കെ വല്ല തീ പിടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ തൊട്ടടുത്തുള്ള ഒരു അന്തരീക്ഷവും കൂടി നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറും കൂടി നോക്കണം. അടുത്ത ഏതെങ്കിലും സെക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ അടുത്ത് നമുക്ക് അങ്ങനെയുള്ള ഒരു എന്താ പറയാ, അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം. ഡേഞ്ചറസ് മെറ്റീരിയൽസ് നമ്മള് വേറെ ഇതിലേക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ സേഫ്റ്റി എപ്പോഴും നോക്കുന്നത് എന്താണ്? ഒരു കാര്യമാണ് സേഫ്റ്റി. സുരക്ഷിതമായിരിക്കണം. പിന്നെ ഇൻഫ്ലേമബിൾ, കത്തുന്ന, അതാണ് ഞാൻ പറഞ്ഞത്, കത്തുന്ന മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് സ്പാർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഇതൊന്നും സ്ഥലമൊന്നും ആവരുത്.
ഇതിലേക്ക് നമ്മൾ എപ്പോഴും ഒരു സേഫ്റ്റി നമ്മൾ നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു സ്റ്റോർ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റോറിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം മതി. അപ്പൊ സൈക്ലിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൈൻഡ്സ് ഓഫ് ഓർഡർ അല്ലേ. അതിനകത്ത് സൈക്ലിക്കൽ എന്ന് പറഞ്ഞ ഒരു ഫിക്സ്ഡ് ഇന്റർവെല്ലിലാണ് നമ്മൾ അത് ഓർഡർ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തെങ്കിലാ ദ സിസ്റ്റം ഈസ് ദ ഫിക്സ്ഡ് ഇന്റർവെൽ ഓർഡർ. പ്രത്യേക ഇപ്പൊ ഒരാഴ്ച വീതമായിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ ഒരു മാസത്തിലായിരിക്കാം. അപ്പൊ നമുക്കതൊരു ഇന്റർവെൽ ഫിക്സ്ഡ് ആണ്, മന്ത്ലി ആയിട്ടോ വീക്ക്ലി ആയിട്ടോ എങ്ങനെയെങ്കിലും ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ആ രീതിയിലായിരിക്കും നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. പർച്ചേസിംഗ് ഓർഡർ നമ്മൾ കൊടുക്കുന്നത് ഫിക്സ്ഡ് ഇന്റർവെല്ലിലാണ്. അത്രയും നോക്കിയാൽ അവിടെ നമുക്കത് സിറ്റുവേഷൻസ് ഇപ്പൊ പറഞ്ഞതാണോ, സിറ്റുവേഷൻസ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഏതൊക്കെയാണോ നോക്കി വെച്ചാൽ മതി. അടുത്തത് ഇപ്പൊ ഏകദേശം നമ്മൾ നോട്ട് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ ഏതൊക്കെ പഠിക്കണ്ടേന്നുള്ളത്? അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു, പിന്നെ അതിനകത്ത് ഔട്ട്ലേ പറഞ്ഞു, ഒബ്സോളൻസ് പറഞ്ഞു അല്ലേ, അത് പറഞ്ഞു. പിന്നെ അടുത്തത് എന്താണ് നമ്മള് റെസ്പോൺസിബിലിറ്റി, പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത് ഡിസഡ്വാൻറ്റേജ് ഒന്ന് നോക്കിക്കോ. പിന്നെ റെസ്പോൺസിബിലിറ്റി അതായിട്ട് ആ പോയിന്റ്സുകളായിട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. പിന്നെ അതിനകത്ത് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ, പർച്ചേസിംഗ് മാനേജർ നമ്മൾ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പർച്ചേസിംഗ് മാനേജർ ആരാന്നുള്ളത് പറഞ്ഞു. പിന്നെ അടുത്തത് SLA എന്നുള്ളത് എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ നമ്മൾ അതിനകത്ത് അധികമൊന്നും ഇല്ല, കുറച്ചധികം എടുത്തു എന്നുള്ളൂ, പക്ഷെ പഠിക്കാൻ കുറച്ചേ ഉള്ളൂ. പിന്നെ സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ റിസർവ് സ്റ്റോക്ക് അത് നോട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. പിന്നെ പലതരത്തിലുള്ള ഓർഡറുകൾ 3 നോക്കണം. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജും സ്റ്റോറുകളും നോക്കണം. പിന്നെ സിറ്റുവേഷൻ ആണ്, അതൊന്ന് വായിച്ചു വെച്ചാൽ മതി. ഇത്രേ ഉള്ളൂ, കുറച്ച് പഠിക്കാനുള്ളൂ, പക്ഷെ 2-3 പേജ് നമ്മൾ കവർ ചെയ്തു മാത്രം. ഓക്കെ, ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഈ ഒരാഴ്ചയും കൊണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ബൈ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.